ഹീറോയുടെ അസിസ്റ്റന്റ് ഈ വിവരങ്ങളെല്ലാം അവന്റെ അമ്മയെ അറിയിക്കുന്നുണ്ട്. ഹീറോയുടെ അമ്മ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്, താങ്ഷിയാണ് ഈ പദ്ധതിയുടെയൊക്കെ പിന്നിലെന്ന് ഹീറോ മനസ്സിലാക്കിയോ എന്ന്. അത് മനസ്സിലാക്കി, പക്ഷേ നിങ്ങളുടെ പ്രേരണ മൂലമാണ് അവൾ ഇത് ചെയ്തെന്നുള്ള വിവരം ഹീറോയ്ക്ക് അറിയില്ല എന്ന്. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. ഞാൻ ആ വിഡ്ഢിയോട് ആരെയും കൊല്ലാനായി പറഞ്ഞിരുന്നില്ലല്ലോ. എന്റെ കൈകൾ ഇപ്പോഴും ശുദ്ധമാണെന്ന് തന്നെ ആ സ്ത്രീ അഹങ്കാരത്തോടെ പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഒരു കാർ ആക്സിഡന്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്തതിന്റെ കാരണം തന്നെ ജിയാങ്ങിന് വേണ്ടിയിട്ടാണെന്ന് അവൻ ഒരിക്കലും അറിയാൻ പാടില്ല എന്ന് അവന്റെ അമ്മ പറയുന്നത് കേട്ടപ്പോൾ അസിസ്റ്റന്റ് പറയുന്നുണ്ട്, അങ്ങനെ എങ്ങാണോ അറിഞ്ഞു കഴിഞ്ഞാൽ ജിയാങ്ങിന്റെ മരണത്തിന് കാരണം താൻ തന്നെയാണെന്നുള്ള ഒരു കുറ്റബോധം ഹീറോയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. എന്തൊക്കെ സംഭവിച്ചാലും ഈ വിവരം സാർ ഒരിക്കലും അറിയാൻ പോകുന്നില്ല എന്ന് തന്നെ അസിസ്റ്റന്റ് തറപ്പിച്ച് പറയുന്നു. ഭാഗ്യവശാൽ പ്ലാനുകളെല്ലാം ഞാൻ നല്ല കൃത്യമായി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മറ്റൊരാളുടെ ജീവന്റെ ബലത്തിലാണ് താൻ ഇപ്പോഴും സർവൈവ് ചെയ്തിരിക്കുന്നത് എന്ന് ജിങ്ഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവനെ കൊണ്ട് എന്തായാലും ഈ കാര്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഉടനടി തന്നെ അവന്റെ അമ്മ ചോദിക്കുന്നുണ്ട് ജിങ്ഷൻ എവിടെയാണെന്ന്. അസിസ്റ്റന്റും പെട്ടെന്ന് തന്നെ അവനെ തിരക്കി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോ ആവട്ടെ ഒരു ബാറിൽ ചെന്നിരുന്ന് മദ്യപിക്കുകയായിരുന്നു. ഈ സമയത്ത് ഒരു വെയിറ്റർ വന്നിട്ട്, 3 ദിവസമായി നിങ്ങൾ ഇവിടെ ഇരുന്ന് മദ്യപിക്കുകയല്ലേ, നിങ്ങളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ ആരുടെങ്കിലും വരാൻ പറയട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ ആവട്ടെ അയാളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഈ സമയത്ത് അവന്റെ അരികിലേക്ക് വരുന്നുണ്ട്. അവന്റെ അടുത്തേക്ക് വന്നിരുന്നിട്ട്, ഇങ്ങനെ കുടിക്കരുത്, അത് അവന്റെ ഹൃദയത്തിന് താങ്ങാനാവില്ല എന്ന് തന്നെ അവൾ പറയുന്നുണ്ട്. ഈ 3 വർഷം അനുഭവിച്ചത് കൊണ്ട് നിനക്ക് മതിയായില്ലേ, വീണ്ടും നീ എന്റെ അരികിലേക്ക് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. ഹീറോയിന് ഈ സമയത്ത് ജിയാങ് മൊത്തമുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. നീ എന്തുകൊണ്ടാണ് എന്നോട് ഇത്രയും നല്ല രീതിയിൽ പെരുമാറുന്നതെന്ന് അവളുടെ ബോയ്ഫ്രണ്ടിനോട് ചോദിക്കുമ്പോൾ അവനാവട്ടെ ഞാൻ നിന്നെ പ്രണയിക്കുന്നത് കൊണ്ടാണെന്ന് പറയുന്നു. ഇത് ഓർമ്മയിലേക്ക് വന്ന ഹീറോയിനാവട്ടെ ഉടനടി ഞാൻ നിന്നെ പ്രണയിക്കുന്നത് കൊണ്ടാണെന്ന് ഹീറോ എടുത്തും പറയുന്നുണ്ട്. ഇത് കേട്ട ഹീറോ ആവട്ടെ ഒരു പുച്ഛത്തോടെ തന്നെ ചിരിച്ചിട്ട് അവളുടെ കൂടെ പറയുന്നുണ്ട്, താങ്ഷിയും എന്നെ പ്രണയിക്കുന്നുണ്ട്, നീയും എന്നെ പ്രണയിക്കുന്നുണ്ട്, എല്ലാവരും എന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ സ്നേഹിച്ചിരുന്ന ആളെ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് നിന്നാണോ കൊന്നു കളഞ്ഞേന്ന് ഹീറോ അവളടുത്ത് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട അവളാവട്ടെ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നേന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. നിനക്ക് എവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞ് ഹീറോ വീണ്ടും ഡ്രിങ്ക്സ് കഴിക്കാൻ ഇടങ്ങുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് ഹീറോയിൻ അവനെ തടയുന്നുണ്ട്. ഇനി നീ ഇങ്ങനെ കുടിച്ചാൽ നിന്റെ ഹൃദയത്തിന് താങ്ങാൻ സാധിക്കില്ല, ഞാൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അവനെ അവൾ അവിടെ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അവളെ തള്ളി മാറ്റിയതിനു ശേഷം, നീ എന്നെയാണോ കെയർ ചെയ്യുന്നത് അതോ എന്റെ ഉള്ളിലുള്ള ഈ ഹൃദയത്തെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് രണ്ടിലും എന്താണ് വ്യത്യാസമെന്ന് ഹീറോയിൻ അവന്റെ അടുത്ത് ചോദിക്കുന്നുമുണ്ട്. ആക്ട് ചെയ്തതൊന്ന് നിർത്താമോ, ഇനി നീ ഇങ്ങനെ ആക്ട് ചെയ്താൽ ഇതൊക്കെ റിയലായി തോന്നുമെന്ന് ഹീറോ പറയുന്നുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് പോകാനും അവളോട് പറയുന്നുണ്ട്. ഇനിയും അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി അവളാവട്ടെ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്, നിങ്ങൾക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാനൊരുങ്ങുന്നു. ഹീറോ ഉടനടി തന്നെ അവളടുത്ത് ചോദിക്കുന്നുണ്ട്, ഏത് വീട്ടിലേക്കാ പോകുന്നതെന്ന്. ഇന്നു മുതൽ ഞാൻ എന്റെ അടുത്ത് നിന്ന് പോകാൻ അനുവദിച്ചിരിക്കുകയാണ്, നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോവാം, നീ ഇന്ന് മുതൽ ഫ്രീ ആണെന്ന് തന്നെ ഹീറോ പറയുന്നു. ഇത് കേട്ട ഹീറോയിൻ ഷോക്കായി തന്നെ അവനെ നോക്കുന്നുണ്ട്. എന്നാൽ അവനാവട്ടെ അവളെ അവഗണിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവളാവട്ടെ അവന്റെ കയ്യിൽ പിടിച്ച് തടഞ്ഞുകൊണ്ട് ഈ ഒരു ജന്മം അവനെ വിട്ട് എവിടേക്കും പോകില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. ഹീറോ ആവട്ടെ ഉടനടി അവളുടെ അടുത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട്, ഞാൻ നിനക്ക് ഒരു ചാൻസും കൂടി തരാമെന്ന് പറഞ്ഞ് അവളെ കിസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സീനിലാവട്ടെ ഉറങ്ങുകയായിരുന്ന ഹീറോയ്ക്ക് വേണ്ടിയിട്ട് ഹാങ് ഓവർ സൂപ്പൊക്കെ എടുത്തുകൊണ്ട് വരുന്ന ഹീറോയിനെയാണ് കാണിക്കുന്നത്. അവൾ അവനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഉണർന്നെങ്കിൽ ഈ ഹാങ് ഓവർ സൂപ്പ് കുടിക്കൂ, നിങ്ങളുടെ വയറിന് നല്ല ആശ്വാസം അനുഭവപ്പെടുമെന്ന്. അവൾ പറയുന്നത് കേട്ടപ്പോൾ ഹീറോ എഴുന്നേറ്റിട്ട് അവളടുത്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇന്നലെ തന്നെ നിന്നോട് ഇവിടെ നിന്ന് പൊക്കോളം പറഞ്ഞല്ലേ, പിന്നെന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിനുള്ള മറുപടി ഞാൻ ഇന്നലെ തന്നെയാണല്ലോ എന്ന് അവള് പറയുമ്പോൾ, നീ എന്നെ ലവ് ചെയ്യുന്നു എന്നുള്ള മണ്ടത്തരം നീ വീണ്ടും വിളിച്ചു പറയാതിരിക്കും. ഇത്രയും നാളെ ഞാൻ വിചാരിച്ചിരുന്നത് നീ എന്റെ പണത്തിന് പിന്നാലെയാണെന്നാണ്, പക്ഷെ അങ്ങനെയല്ല കാര്യം. ശരിക്കുമുള്ള നിന്റെ ഉദ്ദേശം എന്താണ്, എന്തുദ്ദേശം വെച്ചാണ് നീ ഇവിടെ തുടരുന്നത്, ഇനിയെങ്കിലും സത്യം പറയുന്ന ഹീറോ അവളടുത്ത് പറയുന്നുണ്ട്. ഈ സമയത്താണ് ഹീറോയുടെ അസിസ്റ്റന്റ് മുറിയിലേക്ക് വന്നിട്ട് ഷീയിങ് എന്ന് പറയുന്ന ഒരാള് കാണാൻ വന്നിരിക്കുന്നു എന്ന് പറയുന്നത്. ഷീയെ തന്റെ സ്റ്റഡി റൂമിലേക്ക് കൊണ്ടുപോയിക്കോളൂ, താൻ ഇപ്പോൾ തന്നെ റെഡിയായി അവിടേക്ക് വരാമെന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് റെഡിയാവാൻ പോകുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ ആവട്ടെ സംശയത്തോടെ മനസ്സിലാലോചിക്കുന്നുണ്ട്. ഷീയിങ് ആവട്ടെ ഹീറോയുടെ ഒരു ഫ്രണ്ടാണ്, ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്തിനായിരിക്കും അവനിപ്പോൾ ഹീറോയെ തേടി വന്നിരിക്കുന്നതെന്നൊക്കെ അവൾ പരിഭ്രാന്തിയോടെ ആലോചിക്കുന്നുണ്ട്. ഹീറോയുടെ ഫ്രണ്ട് ആവട്ടെ രാത്രിയിൽ തന്നെ ഫ്ലൈറ്റ് പിടിച്ച് എന്നോട് ഇവിടെ എത്താൻ പറഞ്ഞ് എന്റെ കാര്യം എന്താണെന്ന് തിരക്കുന്നുണ്ട്. എന്നെ ഒരു കാര്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് സഹായിക്കണമെന്ന് തന്നെ ഹീറോ പറയുന്നുണ്ട്.
അവന്റെ ഫ്രണ്ട് സംശയത്തോടെ ചോദിക്കുന്നുണ്ട്, നീ തന്നെയല്ലേ കണ്ടുപിടിച്ചത്? നിന്റെ ഗേൾഫ്രണ്ടിന്റെ സഹോദരി തന്നെയല്ലേ മിസ്സസ് എ ആയിരിക്കാൻ വേണ്ടിയിട്ട് നിന്റെ ഗേൾഫ്രണ്ടിനെ ഇങ്ങനെ ഒരു കാർ അപകടത്തിൽപ്പെടുത്തി കൊന്നു കളഞ്ഞത്? താങ്ഷി ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവളെ ഞാനിതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ. അങ്ങനെയല്ലല്ലോ, നിന്റെ സ്വഭാവം അനുസരിച്ച് നീ അവളെ ഇപ്പോഴേ തുണ്ടതുണ്ടമാക്കി മാറ്റിയേനെ. എന്താ ഇപ്പോ പറ്റിയെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അതിനുള്ള സമയം ആയി വരുന്നേ ഉള്ളൂ. പക്ഷേ നിനക്ക് തോന്നുന്നുണ്ടോ അവളിത് ഒറ്റയ്ക്കാണ് ചെയ്തേ എന്ന് ഹീറോ സംശയത്തോടെ ഫ്രണ്ടിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് താങ്ഷിയുടെ പിന്നിൽ ആരോ ഉണ്ടെന്നാണോ എന്ന് ചോദിക്കുമ്പോൾ, നീ കരുതുന്ന പോലെ അത്ര സിമ്പിൾ അല്ല ഈ കാര്യമെന്ന് തന്നെ ഹീറോ അവനോട് വ്യക്തമാക്കുന്നുണ്ട്. ഹീറോയിനാകട്ടെ ആകെ പരിഭ്രാന്തിയിലായിരുന്നു. ഒരു ഡിറ്റക്റ്റീവായ ഫ്രണ്ട് അല്ലേ ഇപ്പോൾ അവനെ കാണാൻ വന്നിരിക്കുന്നത്? എന്തായിരിക്കും ആ കൂടിക്കാഴ്ചയുടെ പിന്നിലെന്നായിരുന്നു ഹീറോയിന്റെ സംശയം മുഴുവൻ. അതുമാത്രമല്ല, ഹീറോയ്ക്ക് അവളോടുള്ള പെരുമാറ്റത്തിൽ നല്ല മാറ്റവും ഉണ്ടെന്ന് കഴിഞ്ഞ സന്ദർഭങ്ങളൊക്കെ വെച്ച് അവൾ ആലോചിച്ചു നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളെ ലിൻവിയെ വിളിച്ചിട്ട് ജിയാങ്ങിന്റെ കാർ അപകടത്തിൽ എന്തൊക്കെയോ അസ്വാഭാവികതകൾ ഉണ്ടെന്നും അവൾക്ക് അവനെ മീറ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവനാവട്ടെ, ഞാനിവിടെ ലേക്ക് വ്യൂ ഹോട്ടലിലാണുള്ളത്, അവിടെ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ലേക്ക് വ്യൂ ഹോട്ടൽ തന്നെ അല്ലേ എന്ന് പറഞ്ഞുറപ്പിച്ചിട്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നത് തന്നെ. അവളുടെ ഈ സംസാരമെല്ലാം മാറി നിന്നൊരു സെർവന്റ് നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സെർവന്റ് ആവട്ടെ താങ്ഷിയെ വിളിച്ച് അവൾ ലേക്ക് വ്യൂ ഹോട്ടലിലേക്ക് പോകുന്നുണ്ടെന്ന് പറയുന്നുമുണ്ട്. നെക്സ്റ്റ് സീനിലെ ഹീറോയും അവന്റെ ഫ്രണ്ട് കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത്. അസിസ്റ്റന്റ് ആണ് ആ കാർ അപകടത്തിന്റെ പിന്നില് നാൻസിയാണെന്ന് തന്നോട് പറഞ്ഞേ എന്ന് ഹീറോ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നാളും സത്യങ്ങൾ താൻ അറിയാതെ പോയത്. ഇപ്പോൾ നീ നിന്റെ അസിസ്റ്റന്റിനെ സംശയിക്കുന്നുണ്ടോ എന്ന് ഫ്രണ്ട് ചോദിക്കുമ്പോൾ തന്നെ അസിസ്റ്റന്റ് അവിടേക്ക് വരുന്നുണ്ട്. ഉടനടി അവർ വിഷയം മാറ്റുന്നുണ്ട്. രണ്ടാവട്ടെ, നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയുടെ ഫ്രണ്ട് എന്തുകൊണ്ടാണ് അവനെ മീറ്റ് ചെയ്യാൻ വന്നേ എന്ന് അസിസ്റ്റന്റ് അന്വേഷിക്കുന്നുണ്ട്. ഹീറോ ഈ സമയത്ത് പറയുന്നുണ്ട്, നീ ജിയാങ്ങിന്റെ മുത്തശ്ശിയെടുത്ത് വാക്കുകൊടുത്തതല്ലേ അവരുടെ കൊച്ചുമകന് വേണ്ടിയിട്ട് ഒരു ആർട്ട് എക്സിബിഷൻ നടത്താമെന്നുള്ളത്. ആ ആർട്ട് എക്സിബിഷനൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഷീലിങ്ങിനെ ഏൽപ്പിച്ചിരിക്കുകയാണെന്നും ഇനി നീ എന്നെ കാണാൻ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്നും ഹീറോ ചോദിക്കുന്നുണ്ട്. മേഡം ആവട്ടെ ലിൻവിയെ മീറ്റ് ചെയ്യാനായി ഒരു ഹോട്ടലിൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് പോയിരിക്കുകയാണെന്ന് അസിസ്റ്റന്റ് അയാളോട് പറയുന്നുണ്ട്. ഹോട്ടലിൽ വെച്ചാണ് മീറ്റ് ചെയ്യുന്നതെന്ന് കേട്ടപ്പോൾ ഹീറോയും വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ ഈ സമയത്ത് ലിൻവിയെ മീറ്റ് ചെയ്യുന്നുണ്ട്. താങ്ഷിയും ഈ സമയത്ത് അവിടെ എത്തുന്നുണ്ട്. പകൽ വെളിച്ചത്തിലൊക്കെ ഒരു യുവാവിനെ മീറ്റ് ചെയ്യാനുള്ള ധൈര്യം നിനക്കുണ്ടായോ? എന്തായാലും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു സെഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന തരം ഡ്രഗ്സ് പുറത്തെടുക്കുന്ന സമയത്ത് തന്നെ സെർവന്റ് ആവട്ടെ അവർക്കുള്ള ടീയുമായി അകത്തേക്ക് പോവുകയായിരുന്നു. സെർവന്റിനെ തടഞ്ഞു നിർത്തി ആ പൊടി അവള് 2 ഗ്ലാസ്സിലും കലർത്തുന്നുണ്ട്. സെർവന്റ് നീരസത്തോടെ തന്നെ അവളോട് സംസാരിക്കാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും എന്തെങ്കിലും കാര്യം പുറത്തു പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കത്തില്ല തന്റെ പ്രതികരണമെന്ന് പറഞ്ഞ് ആ സ്ത്രീയെ അവൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. തന്റെ പ്ലാനുകൾ ഉടനടി തന്നെ നടക്കുമെന്ന സന്തോഷത്തോടെ തന്നെ താങ്ഷി അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. സെർവന്റ് ആവട്ടെ ആ ടീ അവർക്ക് സെർവ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുമുണ്ട്. ക്രൈസാന്റിമൻ ടീ അവളുടെ ഫേവറേറ്റ് അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ലിൻവി ആവട്ടെ അവൾക്ക് അതിൽ നിന്നൊരു ഗ്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അവരിരും അതിൽ നിന്ന് ഓരോ സിപ്പ് കുടിക്കുന്നുണ്ട്. ഈ സമയത്താണ് എന്തോ ഓർത്ത കണക്കിന് അവൻ പറയുന്നത്, മിസ്റ്റർ ഷീ ആവട്ടെ ജിയാങ്ങിന് വേണ്ടിയിട്ട് ഒരു ആർട്ട് എക്സിബിഷൻ നടത്തുന്നുണ്ട്. അവൾ ആവട്ടെ ഇത് കേട്ടുടഞ്ഞ് തന്നെ വല്ലാതെ അത്ഭുതപ്പെടുന്നുണ്ട്. കാരണം അവളും അതുപോലെ ജിയാങ്ങിന്റെ മുത്തശ്ശി ഒഴികെ ആരും അവനെക്കുറിച്ച് ഓർക്കാറില്ല എന്നാണ് അവൾ കരുതിയിരുന്നതെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. തീർച്ചയായും ആ ആർട്ട് എക്സിബിഷന് പങ്കെടുക്കണമെന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. അതിനുശേഷം അവൾ അവിടെ നിന്ന് പോകാൻ ഇറങ്ങുന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് പോകാൻ ഇറങ്ങിയ സമയത്ത് തന്നെ ഹീറോയിന് തലകറക്കം അനുഭവപ്പെടുന്നുണ്ട്. അവളുടെ ഉള്ളിലുള്ള ആ മരുന്ന് ഇഫക്റ്റ് ചെയ്ത് തുടങ്ങിയിരുന്നു. എന്താണ് അവൾക്ക് സംഭവിക്കുന്നതെന്ന് ലിൻവി ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ലിൻവിക്കും അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നു. എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് അവനും തീരെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവന്റെ ഉള്ളിലും ചെന്നിരിക്കുന്ന ഡ്രഗ് പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു. അധികമായി ചൂട് അനുഭവപ്പെട്ട അവൻ കോട്ടൊക്കെ ഊരി മാറ്റുന്നുണ്ട്. ആ ടീയിൽ എന്തോ കലർന്നിട്ടുണ്ടെന്ന് ഈ സമയത്ത് ലിൻവിക്ക് മനസ്സിലാവുന്നുണ്ട്. ഹീറോ ആവട്ടെ അവരിരുമുള്ള ഹോട്ടലിലേക്ക് എത്തിയിരുന്നു. ഹോട്ടൽ മാനേജർ ആവട്ടെ സന്തോഷപൂർവ്വം തന്നെ അവനെ ഹോട്ടലിലേക്ക് വെൽക്കം ചെയ്യുന്നുണ്ട്. അയാളോട് തന്റെ വൈഫ് ഏത് റൂമിലാ ഉള്ളതെന്ന് ദേഷ്യത്തോടെ തന്നെ ഹീറോ തിരക്കുന്നുണ്ട്. ഇനിയും അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് കരുതി ഹീറോയിൻ അവിടെ വാതിൽ തുറക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പുറത്തു നിന്ന് അത് ആരോ ലോക്ക് ചെയ്തിരിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആരെങ്കിലും പുറത്തുണ്ടോ, ഈ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്യുമോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഉള്ളിൽ ചെന്ന മരുന്നിന്റെ പ്രവർത്തനം മൂലം തന്നെ ലിൻവി അവളോട് അടുത്തിടപഴകാൻ ശ്രമിക്കുന്നുണ്ട്. നീ എന്താണ് ഈ കാണിക്കുന്നത്? ഇതെല്ലാം അവരുടെ പദ്ധതിയുടെ ഭാഗമാണ്. നീ ഒന്ന് ശാന്തനാവൂ എന്ന് പറഞ്ഞ് അവൾ അവനെ സ്വബോധത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവനാവട്ടെ, നാൻസി എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. നിന്നെ ആദ്യമായിട്ട് കണ്ടപ്പോൾ മുതൽ തന്നെ എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടതാണ്. ഇപ്പോഴാണെങ്കിൽ ജിയാങ്ങും മരിച്ചു. അതുപോലെ തന്നെ ഈ ജിങ്ഷൻ ആവട്ടെ നിന്നെ ടോർച്ചർ ചെയ്യത്തേ ഉള്ളൂ. ഞാൻ മാത്രമാണ് നിന്നെ സിൻസിയറായി സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞ് വീണ്ടും അവളെ അവൻ കിസ് ചെയ്യാൻ പോകുന്നുണ്ട്. നിന്റെ ഉള്ളിൽ ചെന്നിരിക്കുന്ന ഡ്രഗ്സ് മൂലമാണ് നീ ഇങ്ങനെ പെരുമാറുന്നത്. നീ ഒന്ന് ശാന്തമാവൂ, ഇതല്ല അവരുടെ പദ്ധതിയാണെന്ന് പറഞ്ഞ് അവൾ അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്റെ മനസ്സിൽ മറ്റൊന്നുമില്ല.
എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് ഒരു ചാൻസും കൂടി താ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെ അടുത്തിടപഴകാൻ ശ്രമിക്കുന്നുണ്ട്. അവരിരുവരും ഉണ്ടായിരുന്ന റൂം ലക്ഷ്യം വെച്ച് ഹീറോ പോകുന്നുണ്ട്. ഈ സമയത്ത് തന്നെ താങ്ഷി ഇതൊക്കെ മറഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു. തന്റെ പദ്ധതികളെല്ലാം വിജയിക്കാൻ പോകുമെന്ന് തന്നെ താങ്ഷി മനസ്സിൽ കരുതുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ ആവട്ടെ അവിടെ ഉണ്ടായിരുന്ന വെയിട്രസിന്റെ അടുത്ത് തന്റെ വൈഫ് അകത്തുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ടെന്ന് അവർ പറയുന്നത് കേട്ടിട്ട് ഹീറോ വാതിൽ തുറന്ന് അകത്തേക്ക് ചെല്ലുന്നു. എന്നാൽ ഈ സമയത്താവട്ടെ ഹീറോയിൻ അവളുടെ ശരീരം തന്നെ കുത്തി മുറിവേൽപ്പിക്കുന്നതാണ് ഹീറോ കാണുന്നത്. എന്താണ് നീ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഹീറോ അവളുടെ അടുത്തേക്ക് ചെന്ന് ടിഷ്യൂ പേപ്പർ എടുത്ത് മുറിവൊക്കെ ബ്ലഡ് വാർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. നീ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വന്നതായിരുന്നു, പക്ഷെ ആരോ മനഃപൂർവ്വം എൻ്റെ ടീയിൽ ഡ്രഗ്സ് കലർത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട്. ബോധത്തിലേക്ക് തിരിച്ചു വരാൻ ഇങ്ങനെ മുറിവേൽപ്പിക്കാതെ വേറെ മാർഗമില്ലായിരുന്നു എന്നും അവൾ പറയുന്നുണ്ട്. അതുമാത്രമല്ല വാതിൽ പുറത്തു നിന്ന് ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. നിങ്ങൾ കുറച്ചും കൂടി ലേറ്റ് ആയിട്ടാണ് വന്നിരുന്നെങ്കിൽ എനിക്ക് വേണ്ടി അവർ ഏർപ്പാടാക്കിയിരുന്ന ആ യുവാവിനെയും എന്നെയും ചേർത്ത് ഒരുമിച്ച് കാണാൻ സാധിച്ചേരെ, അതായിരുന്നു അവരുടെ ലക്ഷ്യം. ഈ സമയത്ത് അസിസ്റ്റന്റ് ആവട്ടെ ഹീറോയുടെ ഉള്ളിൽ മനഃപൂർവ്വം സംശയമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഹോട്ടൽ മുറിയിൽ ആരെ കാണാനാ വന്നേ എന്ന് ഹീറോയിനോട് ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനാ വന്നേ എന്ന് അവൾ പറയുന്നുണ്ട്. അതിനുശേഷം ജംഗ്ഷൻ നിങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെയാണ് വന്നത്, നിങ്ങളെ ആരെങ്കിലും മനഃപൂർവ്വം ഇങ്ങോട്ടേക്ക് എത്തിച്ചാണ് എന്ന് ഹീറോ എടുത്ത് അവളെ ചോദിക്കുന്നുണ്ട്. അവൻ ദേഷ്യത്തോടെ തന്നെ അസിസ്റ്റന്റിനെ ഒന്ന് നോക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വൈഫിനെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകേണ്ടത് എന്ന് അസിസ്റ്റന്റ് പരിഭ്രാന്തിയോടെ പറയുന്നുണ്ട്. അങ്ങനെ ജംഗ്ഷൻ അവളെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് ആ മുറിയിൽ എന്താണ് സംഭവിച്ചത് എന്ന് കാണിക്കുന്നുണ്ട്. ആവട്ടെ അവളോട് മോശമായി പെരുമാറാനൊരുങ്ങുന്ന സമയത്ത് അവൾ അവനെ തള്ളിമാറ്റി അവന്റെ കരണത്തൊരടി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ലിൻവി സ്വബോധത്തിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. സ്വബോധത്തിലേക്ക് തിരിച്ചെത്തി അവനാവട്ടെ ഹീറോയിന്റെ അടുത്ത് ക്ഷമ പറയുന്നുണ്ട്. അവൾ ഈ സമയത്ത് പറയുന്നുണ്ട് ഇപ്പോൾ ക്ഷമ പറയാനുള്ള സമയമൊന്നുമല്ല, നമ്മുടെ ഉള്ളിൽ ഡ്രഗ്സ് കടത്തിവിട്ടതിന് ശേഷം ആരോ ഡോർ ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് നമുക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തൊരു ട്രാപ്പാണ്. എന്തായാലും ഇതിന്റെ പിന്നിലുള്ളയാൾ ഇപ്പോൾ തന്നെ ജംഗ്ഷനെ ഇവിടെ എത്തിക്കാൻ സാധ്യതയുണ്ട്. വളരെയധികം ദിവസമായ ലിൽവി ആവട്ടെ ഇതൊരു ട്രാപ്പ് ആണെങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. അവളാവട്ടെ ഉടലടി അവിടെ ഉണ്ടായിരുന്ന വാർഡ്രോബിൽ കയറി അവനോട് ഒളിക്കാൻ പറയുന്നുണ്ട്. അവനൊന്ന് മടിക്കുന്നുണ്ടെങ്കിലും നിർബന്ധപൂർവ്വം തന്നെ അവനെ പിടിച്ചു വലിച്ച് വാർഡ്രോബിനകത്തേക്ക് ആക്കുന്നുണ്ട്. വേറെ വഴിയില്ലാതെ അവൻ ആ ഡോർ ക്ലോസ് ചെയ്യുന്നു. അവള് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്ലാസ് എടുത്ത് എറിഞ്ഞു പൊട്ടിച്ചതിന് ശേഷം അതിലെ കുപ്പിച്ചില്ലെടുത്താണ് അവളുടെ കാലിൽ മുറിവുണ്ടാക്കുന്നത്. ഈ സമയത്താണ് ഹീറോ അവിടേക്ക് കയറി വന്നത്. അങ്ങനെ ഹീറോ അവളെയും കൊണ്ട് മുറുക്കി പുറത്തേക്ക് പോകുന്നത് താൻഷി കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അസിസ്റ്റന്റിനെ തടഞ്ഞിട്ട് എന്താണ് ആ മുറിയിൽ സംഭവിച്ചതെന്ന് അവൾ തിരക്കുന്നുണ്ട്. ഈ കാരണം ഞാൻ വലിയ കുഴപ്പത്തിലാവേണ്ടതായിരുന്നു ഇപ്രാവശ്യം, നിന്നെ കൊണ്ട് ഒരിക്കലും നാൻസി ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ അസിസ്റ്റന്റ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോ ആവട്ടെ അവളെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയതിനു ശേഷം റൂമിലെ ബെഡിൽ കൊണ്ടുവന്ന് കിടത്തുന്നുണ്ട്. അവളാണെങ്കിൽ ഉറക്കം നടിച്ചു കിടക്കുകയായിരുന്നു. ഹീറോ അവിടുന്ന് പോയി എന്ന് മനസ്സിലായ ഉടനെ തന്നെ അവൾ കണ്ണുകൾ തുറക്കുന്നുണ്ട്. അവള് ലിന്നിനെ വിളിച്ചിട്ട് അവൻ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഓക്കെയാണ്, ഇന്ന് നടന്ന സംഭവങ്ങൾക്കെല്ലാം സോറി എന്ന് അവൻ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. അത് മറന്നു കളയാനും അവൾ അവനോട് പറയുന്നുണ്ട്. നാളത്തെ ആർട്ട് എക്സിബിഷന് പോകുന്നുണ്ടോ എന്ന് ലിൻവി ചോദിക്കുമ്പോൾ അവൾ പോകുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെ നാളെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവർ കോള് കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഹീറോ ആ മുറിവിട്ട് പോയിരുന്നില്ല. അവർ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഹീറോ കേട്ടിരുന്നു. പിറ്റേ ദിവസം ഹീറോയും അവന്റെ ഫ്രണ്ടും കൂടി മീറ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ താഴെ കൂടെ പാസ് ചെയ്ത് പോകുന്നതും അവർ ഇരുവരും കാണുന്നുണ്ട്. നിന്റെ വൈഫ് ഇത് എവിടെ പോവുകയാണെന്ന് ഹീറോയുടെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്. ലിൻവിയെ മീറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് അവൻ പറയുന്നുണ്ട്. ലിൻവിയോ? ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നല്ലോ. നിന്റെ വൈഫ് ഇന്നലെ ലിൻവിയെ തന്നെയാണോ കാണാൻ പോയത്? അത് നിനക്ക് ഉറപ്പാണോ എന്ന് ഫ്രണ്ട് അവനോട് ചോദിക്കുന്നുണ്ട്. അതെ, ഇന്നലെ അതേ ഹോട്ടലിൽ അവർ ഇരുവരും ഒരുമിച്ചുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഹീറോയിനെയും കൊണ്ട് ആ ഹോട്ടൽ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ലിൻവിയുടെ കൈ ഹീറോ കണ്ടിരുന്നു. പക്ഷെ അവൻ അതിനെപ്പറ്റി പറയുകയോ അത് എക്സ്പോസ് ചെയ്യുകയോ ചെയ്തിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിൽ തെറ്റായ ബന്ധമുണ്ടോ എന്ന് സംശയത്തോടെ തന്നെ അവന്റെ ഫ്രണ്ട് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവാൻ യാതൊരു സാധ്യതയും ഇല്ല. അവർ ക്ലാസ്മേറ്റ്സ് ആണ്. അവർക്ക് ഇരുവർക്കും ഒരുമിച്ച് ജീവിക്കണമായിരുന്നെങ്കിൽ അത് എന്നേ ആവാമായിരുന്നു. നാൻസി ഒരിക്കലും തന്നെ വിട്ട് എവിടേക്കും പോകില്ല എന്ന് ഹീറോ പറയുമ്പോൾ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്. അവളിങ്ങനെ നിന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് തന്നെ എന്തോ കാരണത്താലാണെന്നാണോ നീ വിശ്വസിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ ഈ സമയത്ത് ആലോചിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ചില സമയത്ത് അവൾ എന്നെ തന്നെയാണ് കെയർ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്, എന്നാൽ മറ്റു സമയത്ത് അവൾ മറ്റാരെയോ പ്രണയിക്കുന്നത് പോലെയും എനിക്ക് തോന്നുന്നുണ്ടെന്ന് ഹീറോ എന്തോ ആലോചിക്കുകയാണെന്ന് മനസ്സിലാക്കി അവന്റെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്. നീ എന്താ ഇങ്ങനെ തലപുകഞ്ഞ് ആലോചിക്കുന്നേ എന്ന്. ഈ സമയത്ത് ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. എക്സിബിഷന്റെ കാര്യമൊക്കെ എവിടെ വരെയായെന്ന്. നീ എന്നെ ഏൽപ്പിച്ച വർക്കിനെ കുറിച്ച് ഓർത്ത് ഒരു കാരണവശാലും വിഷമിക്കേണ്ട കാര്യമില്ല, അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് തന്നെ ചെയ്യും. നിന്റെ പെയിന്റിംഗ് ഉണ്ട് എ ലൈഫ് ടൈം ടുഗദർ എന്നുള്ളത്, അതിന് 2 വെർഷൻ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. എ ലൈഫ് ടൈം എന്ന് പറയുന്ന പെയിന്റിംഗ് ആണ് ഇപ്പോൾ നിന്റെ കയ്യിൽ ഇരിക്കുന്നത്. അതുമാത്രമല്ല ടുഗദർ എന്ന് പറയുന്ന വെർഷനിലെ ഒരു പെയിന്റിംഗ് കൂടിയുണ്ട്. എന്റെ ആളുകളെ നാളെ എക്സിബിഷന് മുമ്പ് ആ പെയിന്റിംഗ് കണ്ടെത്തി എത്തിക്കാനായി തന്റെ ആളുകളെ അയച്ചിട്ടുണ്ടെന്നും അവൻ പറയുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിനും ലിൻവിയും കൂടി എക്സിബിഷൻ ഹാളിൽ എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം ഹീറോയ്ക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയിനെ തിരക്കി അവൻ അവിടെ നിന്ന് പോകുന്നു. നാൻസി ആവട്ടെ ലിന്നിനോടൊപ്പം അവളുടെ ബോയ് ഫ്രണ്ട് വരച്ച ചിത്രങ്ങളൊക്കെ കാണുകയായിരുന്നു. അവൾ വളരെ ഇമോഷണലായി തന്നെയാണ് അതൊക്കെ കണ്ടുകൊണ്ട് നടന്നു വന്നത്. ലിൻവി ആവട്ടെ അവളെ സമാധാനപ്പെടുത്തുന്നുമുണ്ട്.
ഈ സമയത്താണ് ഹീറോയിന്റെ പിക്ചർ ജിയാങ് വരച്ചില്ലായിരുന്നു ആ പെയിന്റിംഗ് എവിടെ ഇരിക്കുന്നത് അവൾ കാണുന്നത്. ആ പെയിന്റിംഗ് ആവട്ടെ അന്ന് ഹീറോയുടെ കയ്യിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ഈ പെയിന്റിംഗ് ഇവിടെ എങ്ങനെ വന്നു എന്ന് ഹീറോയിൻ സംശയത്തോടെ തന്നെ ആലോചിക്കുന്നുണ്ട്. പരിഭ്രാന്തിയോടെ തന്നെ ഈ എക്സിബിഷൻ ആരാ ഓർഗനൈസ് ചെയ്യുന്നതെന്ന് അവള് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാനാണെന്ന് പറഞ്ഞ് ഹീറോ അങ്ങോട്ടേക്ക് കടന്നു വരുന്നുണ്ട്. ഹീറോയെ കണ്ട് വളരെയധികം ഷോക്കിലായിരുന്ന ഹീറോയിനാവട്ടെ അവൻ്റെ കൂടെ നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അത് നിന്നോട് ഞാനല്ലേ ചോദിക്കണ്ടേ, നീ എന്താ ഇവനും ഒപ്പം ഇവിടെ വന്നിരിക്കുന്നേ എന്ന് ഹീറോ അവളടുത്ത് തിരിച്ചു ചോദിക്കുന്നുണ്ട്. അത് പിന്നെ എ ലൈഫ് ടൈം ടുഗദർ എന്ന പെയിന്റിങ് വരച്ചയാളുടെ ഒരുപാട് ചിത്രരചനകളുടെ എക്സിബിഷൻ നടക്കുന്നുവെന്ന് കേട്ട് അത് കാണാനായി വന്നയാള് എനിക്ക് പെയിന്റിംഗ് ഒക്കെ ഒരുപാട് ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് അവള് ചോദിക്കുന്നുണ്ട്. അവൻ ദേഷ്യത്തോടെ തന്നെ നീ പുതിയ കഥകളൊക്കെ മെനഞ്ഞെടുക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ലിൻവി ആവട്ടെ അവളുടെ കയ്യിൽ പിടിച്ചിട്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമോ എന്തെങ്കിലും ഇഷ്യൂസോ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാം. എന്നോടൊപ്പമാണ് നാൻസി ഇവിടെ വന്നിരിക്കുന്നത്, അവൾക്കൊരു പ്രശ്നവും ഉണ്ടാവാൻ ഞാൻ അനുവദിക്കില്ല എന്ന് തന്നെ ലിൻവി പറയുന്നുണ്ട്. നിന്റെ കാര്യം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഹീറോയിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഞാനിപ്പോൾ എൻ്റെ വൈഫിനോടാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉടനടി ഹീറോയിൻ പറയുന്നുണ്ട് ജിങ്ഷൻ ഞാനിവിടെ പെയിന്റിങ് കാണാനാണ് വന്നത്, അല്ലാതെ ലിൻവിയും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നിട്ടപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ എന്താണ് സംഭവിച്ചത്, ഒരു ഹോട്ടൽ മുറിയിൽ ഒരു പെൺകുട്ടിയും യുവാവും തനിച്ച് നിങ്ങളുടെ രണ്ടുപേരുടെയും കള്ളം ഞാൻ എക്സ്പോസ് ചെയ്തില്ല എന്ന് പറഞ്ഞ് ഞാനൊരു മണ്ടനാണെന്ന് കരുതരുത് എന്ന് തന്നെ അവൻ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ഇതിനുശേഷം അവൻ വളരെയധികം ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട് എനിക്കിപ്പോൾ തന്നെ ഇതിനുള്ള എക്സ്പ്ലനേഷൻ ലഭിക്കണം, അല്ലെങ്കിൽ ഇവനെ ഇവിടുന്ന് വിട്ടയക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള റീസണും അവൾ പറയണമെന്ന് അവൻ ആവശ്യപ്പെടുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ബോഡി ഗാർഡ്സ് ലിൻവിയെ പിടിച്ച് വയ്ക്കുന്നുണ്ട് അവൻ അവിടെ നിന്ന് പോകാതിരിക്കാൻ. ശരിക്കും നീ എന്നിൽ നിന്ന് എന്താണ് ഒളിക്കുന്നേ എന്ന് ഹീറോ വീണ്ടും അവളടുത്ത് ചോദിക്കുന്നുണ്ട്. ബോഡി ഗാർഡ്സിന്റെ പിടിവിട്ട് വന്ന ലിൻവി അവിടെ ഹീറോയിന്റെ കയ്യിൽ പിടിച്ചിട്ട് അവളെ ഇങ്ങനെ ടോർച്ചർ ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഹീറോ ഒരു വിരലിനോടി കൊണ്ട് തന്നെ ബോഡി ഗാർഡ്സിനെ കൊണ്ട് അവനെ ബന്ദിയാക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ തമ്മിലുള്ള കാര്യമല്ല, ഇതിലേക്ക് മറ്റൊരാളെ വലിച്ചഴക്കേണ്ട കാര്യം എന്താ, ലിൻവിയെ ഇപ്പോൾ തന്നെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞ് അവൾ അവനോട് അപേക്ഷിക്കുന്നുണ്ട്. എന്നാൽ അവനാവട്ടെ ലിൻവിയെ വിട്ടയക്കാൻ, പക്ഷെ ഇനിയെങ്കിലും അവൾ സത്യങ്ങൾ വെളിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് എങ്ങനെ ഇതൊക്കെ പറയുമെന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. ആ പെയിന്റിംഗ് നശിപ്പിച്ച് കളയരുതെന്ന് പറഞ്ഞ് അവളെ ഹീറോയോട് യാചിച്ച കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ഹീറോയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ഹീറോ അവളടുത്ത് പറയുന്നുണ്ട് ഈ പെയിന്റിങ്ങിന്റെ ഓർഡറെ നീ വല്ലാതെ കെയർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ, അത് ആരാണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് എന്നെ ഹീറോയുടെ ഫ്രണ്ട് അവിടേക്ക് വന്നിട്ട് ഇവിടെ എന്താണ് ഈ നടക്കുന്നത്, ശാന്തമായ ആർട്ട് എക്സിബിഷൻ എൻജോയ് ചെയ്യുന്നതിന് പകരം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ പുതിയൊരു പെയിന്റിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്, ഞാൻ പോലും ഇതുവരെ അത് കണ്ടിട്ടില്ല, ഇത് കിട്ടാൻ വളരെ പാടുള്ളൊരു പെയിന്റിംഗ് ആണ്, നിങ്ങളെല്ലാവരും കണ്ടോളൂ എന്ന് തന്നെ അവൻ പറയുന്നുണ്ട്. അതിനുശേഷം ഒരു ജോലിക്കാരൻ ആ പെയിന്റിംഗ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. എ ലൈഫ് ടൈം എന്ന് പറയുന്ന പെയിന്റിംഗ് ആവട്ടെ അവള് പിന്തിരിഞ്ഞ് വയലിൻ വായിക്കുന്ന പെയിന്റിംഗ് ആയിരുന്നു. എന്നാൽ ടുഗദർ എന്ന പെയിന്റിംഗില് അവളുടെ മുഖം കൃത്യമായി തന്നെയാണ് ജിയാങ് വരച്ചു വെച്ചിരിക്കുന്നത്. ലിൻവിയും വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. അവനും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ രണ്ട് പെയിന്റിങ്ങും ഒരു പെയറാണല്ലോ എന്ന്. ഹീറോയുടെ ഫ്രണ്ട് അവൻ്റെ കൂടെ പറയുന്നുണ്ട് നിനക്ക് ഹൃദയം ദാനം ചെയ്ത ആളുടെ പെയിന്റിംഗ് അല്ലേ ഇത് രണ്ടും, ഈ പെയിന്റിങ്ങിലുള്ളത് ജിയാങ്ങിന്റെ ഗേൾ ഫ്രണ്ട് ആണെന്നാണ് അറിയാൻ സാധിച്ചത്. പെയിന്റിങ്ങിലുള്ള പെൺകുട്ടി വളരെ പ്രിറ്റിയാണ്, അതുപോലെ തന്നെ അവള് വളരെ ഫെമിലിയർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ടെന്ന് ഹീറോയുടെ ഫ്രണ്ട് പറയുന്നുണ്ട്. ഹീറോ ഉടനടി തന്നെ ഹീറോയിൻ്റെ കൂടെ പറയുന്നുണ്ട് ഇനി നിനക്ക് ഇരട്ട സഹോദരി ഉണ്ടെന്ന കള്ളം കൂടി നീ പറയാൻ നിൽക്കരുതെന്ന്, ഇനിയെങ്കിലും എന്നോട് നീ സത്യം പറ എന്ന് പറയുമ്പോൾ ഹീറോയിൻ വളരെ വിഷമത്തോടെ തന്നെ ആ പെയിന്റിങ്ങിൽ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന്. ഇത്രയും നാളും നീ മനസ്സിൽ കൊണ്ടുകിടന്ന ആ ജിയാങ് ഈ പെയിന്റിങ്ങിന്റെ ഓദറാണല്ലേ എന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. അതുമാത്രമല്ല എനിക്ക് ഹൃദയം തന്നതും അവൻ തന്നെയല്ലേ, അപ്പോൾ അവന്റെ ഹൃദയത്തിന് വേണ്ടിയിട്ടല്ലേ നീ എപ്പോഴും എന്റെ ഭാഗത്ത് നിന്നേ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഇത്രയും നാളും ഒളിപ്പിച്ചു വെച്ച സത്യങ്ങളെല്ലാം അവൻ മനസ്സിലാക്കിയല്ലോ എന്ന് കരുതിക്കൊണ്ട് തന്നെ അവൾ അതേ എന്ന് പറയുന്നുണ്ട്. നീ എന്നെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് കണ്ടേ എന്ന് ഹീറോ പറയുന്നുണ്ട്. ഹീറോയിനാവട്ടെ അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ പിടിച്ച് അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ കൈ തട്ടി മാറ്റി അവളെ തള്ളി മാറ്റുന്നുണ്ട്. ലിൻവി ആവട്ടെ ഈ സമയത്ത് ഹീറോയിനെ പിടിച്ച് നിർത്തിയിട്ട് അവനോട് ചോദിക്കുന്നുണ്ട് ഒരു സ്ത്രീയെ ഇങ്ങനെ ബുള്ളി ചെയ്യേണ്ട കാര്യം എന്താണ്. ഇത് കേട്ട ഹീറോ വളരെയധികം ദേഷ്യത്തോടെ തന്നെ എന്നാൽ പിന്നെ നിന്നെ ബുള്ളി ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ബോഡി ഗാർഡ്സിനോട് അവനെ ഇപ്പോൾ തന്നെ ഉപദ്രവിക്കാനായി ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബോഡി ഗാർഡ്സ് അവനെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. ഹീറോയിൻ ഈ സമയത്ത് ഇടയിൽ കയറി തടയുന്നത് കൊണ്ട് തന്നെ അവർ ഉപദ്രവിക്കുന്നത് മതിയാക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ ലിൻവിയുടെ അടുത്ത് നിന്ന് നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നീ ഓക്കെ ആണോ, ഇതെല്ലാം ഞാൻ കാരണമാണ് സംഭവിച്ചതെന്ന് പറയുന്നുണ്ട്. എനിക്ക് പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവൻ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുമുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നെ കാണാൻ ജിയാങ്ങിന് ഒരിക്കലും സാധിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനാവട്ടെ അവളുടെ കണ്ണുനീര് തുടച്ചു കൊടുക്കുന്നുണ്ട്. ഇതും കൂടി കണ്ടപ്പോൾ ഹീറോയ്ക്ക് അവന്റെ ദേഷ്യം അടക്കാനായില്ല. മതി നിർത്തുന്ന പറഞ്ഞുകൊണ്ട് ഹീറോ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട്
എത്ര പെട്ടെന്നാണ് നിങ്ങൾ ഇരുവരും സാഹചര്യത്തിനനുസരിച്ച് ഒരു കപ്പിൾസിനെ പോലെ മാറിയെന്ന് ഹീറോ അവരെടുത്ത് രണ്ടുപേരെടുത്ത് ചോദിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ആക്ടിങ്ങിന് ഒരു അവാർഡും കൂടെ തരാമെന്നും പറയുന്നു. ഒരാളാണെങ്കിൽ എന്നെ എല്ലാ ദിവസവും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് കണ്ടത്, മറ്റേയാളോ എപ്പോഴും എൻ്റെ വൈഫിന്റെ പിന്നാലെ നടക്കുകയാണ്. ഇനി എന്നിൽ നിന്ന് നിനക്ക് എന്താണ് ആവശ്യമെന്ന് ഹീറോ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ, ഈ 3 വർഷം ഞാനാണ് നിന്നെ ചതിച്ചെന്നാണല്ലോ നീ പറയുന്നത്. പക്ഷേ ഈ 3 വർഷം നീ നിന്റെ റിവെഞ്ച് നടപ്പിലാക്കുകയല്ലായിരുന്നു. ഇനി നിനക്ക് എന്താണ് വേണ്ടതെന്ന് അവൾ അവനോട് തിരികെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ പിന്നീട് ഹീറോയ്ക്കൊന്നും സംസാരിക്കാനുണ്ടായില്ല. അവനാവട്ടെ നേരെ ആ പെയിന്റിങ്ങിന്റെ അടുത്ത് ചെന്നിട്ട് അത് എടുത്തതിന് ശേഷം അവിടെയുള്ള ജിയാങ്ങിന്റെ മുഴുവൻ പെയിന്റിങ്ങുകളും കത്തിച്ചു കളയാനായി പറയുന്നുണ്ട്. ഹീറോയുടെ ഫ്രണ്ട് ഈ സമയത്ത് പറയുന്നുണ്ട്, ഈ പെയിന്റിംഗ് ഒന്നും വളരെ എളുപ്പത്തിൽ കിട്ടിയല്ല, ഇതിനൊക്കെ വളരെയധികം വിലയായത് തന്നെയാണെന്ന് പറയുമ്പോൾ ഹീറോയിന് അടുത്ത് വന്നിട്ട് ഈ പെയിന്റിംഗ് ഒരിക്കലും നശിപ്പിച്ച് കളയാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനോട് അപേക്ഷിക്കുന്നുണ്ട്. നീ ജിങ്ഷന്റെ വൈഫ് എന്ന നിലയിലാണോ അതോ ജിയാങ്ങിന്റെ ഗേൾ ഫ്രണ്ട് എന്ന നിലയിലാണോ തന്നോട് അപേക്ഷിക്കുന്നതെന്ന് ഹീറോ ഈ സമയത്ത് ചോദിക്കുന്നുണ്ട്. എനിക്ക് എന്താണ് നീ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയിനാവട്ടെ അവന്റെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്ന് യാചിക്കാനായി തുടങ്ങുന്നുണ്ട്. ലിൻവി അവളെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട്, കഴിഞ്ഞ പ്രാവശ്യവും ഈ പെയിന്റിംഗ് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി നീ എന്നോട് അപേക്ഷിച്ചതാണ്. ശരിക്കും ഈ പെയിന്റിങ്ങിലുള്ള ആളല്ലേ നീ? ജിയാങ്ങിന്റെ ഗേൾ ഫ്രണ്ടായി ഇരിക്കാൻ തന്നെയാണ് നിന്റെ ആഗ്രഹമെന്നും അവൻ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളുടെ വൈഫും കൂടിയാണ് ഹീറോയിൻ പറയുന്ന സമയത്ത് തന്നെ ജിയാങ്ങിന്റെ മുത്തശ്ശിയും കൊണ്ട് അസിസ്റ്റന്റ് അവിടേക്ക് വരുന്നുണ്ട്. മുത്തശ്ശി ആവട്ടെ പരിഭ്രാന്തിയോട് അവിടേക്ക് വന്നിട്ട് അവൾക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അസിസ്റ്റന്റ് ഈ സമയത്ത് പറയുന്നുണ്ട്, അവരുടെ കൊച്ചുമകന്റെ എക്സിബിഷൻ കാണാൻ നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് മുത്തശ്ശി എവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. മുത്തശ്ശി ജിങ്സനോട് ചോദിക്കുന്നുണ്ട്, നാൻസി നിങ്ങളെ ദേഷ്യം പിടിപ്പിച്ചോ എന്ന്. അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവളുടെ ഭാഗത്ത് നിന്ന് താൻ ക്ഷമ ചോദിക്കുകയാണെന്ന് മുത്തശ്ശി പറയുമ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കൊച്ചുമകന്റെ ഗേൾ ഫ്രണ്ട് ഇവളാണോ? എന്തിനാണ് നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞേ എന്ന് ചോദിക്കുന്നു. ഹീറോയുടെ അസിസ്റ്റന്റ് പറഞ്ഞിട്ടാണല്ലോ മുത്തശ്ശി ഇങ്ങനെ ചെയ്തത്, അതുകൊണ്ട് തന്നെ മുത്തശ്ശി അയാളെ നോക്കുന്നുണ്ട്. അതിനുശേഷം ആർക്കും താൻ കാരണം ഒരു പ്രശ്നം വരണ്ട എന്ന് വെച്ചിട്ട് തന്നെ താനൊരു വൃദ്ധയായ സ്ത്രീയല്ലേ, തനിക്കാണെങ്കിൽ ഓർമ്മക്കുറവുണ്ട്, അതുകൊണ്ട് സംഭവിച്ചു പോയതാണെന്ന് പറഞ്ഞ് ഹീറോയോട് അവർ ക്ഷമ പറയുന്നുണ്ട്. ഹീറോ അതിന് ഓക്കെയും പറയുന്നുണ്ട്. ഹീറോയിൻ നല്ലൊരു പെൺകുട്ടിയാണെന്നും തന്റെ കൊച്ചുമകന്റെ ട്രൂ ലവ് ആയിരുന്നെന്നും തന്റെ കൊച്ചുമകനെ ഓർത്തെങ്കിലും അവളോട് ക്ഷമിക്കണമെന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അവർ ഒരുപാട് യാചനയുടെ സ്വരത്തിൽ പറയുന്നത് കൊണ്ട് തന്നെ വളരെയധികം ദേഷ്യമുണ്ടായിട്ട് പോലും ഹീറോ അവളോട് ക്ഷമിക്കാമെന്ന് പറഞ്ഞ് ഓക്കെ പറയുന്നുണ്ട്. മുത്തശ്ശി ആവട്ടെ തന്റെ കൊച്ചുമകന് വേണ്ടി ഇങ്ങനെ ഒരു എക്സിബിഷൻ ഒരുക്കിയതിന് ഒരുപാട് നന്ദി ഹീറോയെടുത്ത് അറിയിക്കുന്നുണ്ട്. അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു എക്സിബിഷൻ. അധിക നേരം നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയ ഹീറോയിനാവട്ടെ തനിക്ക് തീരെ സുഖമില്ലെന്നും മുത്തശ്ശിയോട് പെയിന്റിങ്സ് ഒക്കെ നന്നായി കണ്ട് ആസ്വദിക്കാനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോ ആവട്ടെ ജിയാങ്ങിന്റെ മുത്തശ്ശിയെ നന്നായി തന്നെ നോക്കണമെന്ന് പറഞ്ഞ് അസിസ്റ്റന്റിനെ ഏൽപ്പിച്ചിട്ട് ഹീറോയിന്റെ പിന്നാലെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇത്ര ധൃതിയിൽ നീ എവിടേക്കാ പോകുന്നതെന്ന് ഹീറോ അവളടുത്ത് ചോദിക്കുന്നുണ്ട്. അവളാവട്ടെ അവനോട് മറുപടി ഒന്നും പറയാതെ തന്നെ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുന്നുണ്ട്. അവനാവട്ടെ അവളെ തടഞ്ഞു നിർത്തി കിസ് ചെയ്യുന്നു. ഈ സമയത്ത് തന്നെ മുത്തശ്ശി ആ വഴി പെയിന്റിങ്സ് ഒക്കെ കണ്ടുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. അവളാണ് അവനെ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ വിടുന്നുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അവൾ സർവ്വശക്തി എടുത്ത് അവനെ തള്ളി മാറ്റുന്നുണ്ട്. ഈ സമയത്ത് തന്നെയാണ് മുത്തശ്ശി അവിടേക്ക് വരുന്നത്. നീ ഇതുവരെ പോയില്ലേ എന്ന് ഹീറോയിന്റെ അടുത്ത് അവർ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ഇപ്പോൾ തന്നെ പോകുമെന്ന് ഹീറോയും അതുപോലെ ഹീറോയിനും പറയുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള പെയിന്റിങ്സ് കാണിക്കാനായി അസിസ്റ്റന്റ് ആവട്ടെ അവരെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ വീണ്ടും അവളെ ബ്ലോക്ക് ചെയ്ത് 2 കൈകളും ഭിത്തിയോട് ചേർത്ത് വെക്കുന്നുണ്ട്. ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുതെന്ന് അവള് യാചനയുടെ രൂപത്തിൽ തന്നെ അവനോട് പറയുന്നുണ്ട്. അതെന്താ, എന്റെ ഭാര്യയല്ലേ ഞാൻ കിസ് ചെയ്തത്, അത് അത്ര വലിയ നാണക്കേടായിട്ടുള്ള കാര്യമാണോ എന്ന് അവൾ അടുത്ത് ചോദിക്കുന്നുണ്ട്. അവൻ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് തീർച്ചയായും നിനക്ക് മനസ്സിലായി കാണുമല്ലോ എന്നവള് ചോദിക്കുന്ന സമയത്ത് തന്നെ അവന്റെ കൈയിലേക്ക് അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വീഴുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അവൻ പെട്ടെന്ന് കൈകൾ പിൻവലിക്കുന്നുണ്ട്. അവന് അസഹനീയമായ നെഞ്ചുവേദനയും ഈ സമയം അനുഭവപ്പെടുന്നു. ഈ സമയത്ത് ഹീറോയിനെ ബാറിൽ വെച്ച് ഒരാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ച രംഗങ്ങളൊക്കെ ഹീറോയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോഴും അവന് അസഹനീയമായ നെഞ്ചുവേദന അനുഭവപ്പെട്ടല്ലോ. തന്റെ ഉള്ളിലുള്ള ജിയാങ്ങിന്റെ ഹൃദയമാണ് അവളെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തും കെയർ ചെയ്തും തന്നോട് അടുപ്പിക്കുന്നതെന്നുള്ളത് ഹീറോയ്ക്ക് ഈ സമയത്ത് മനസ്സിലാവുന്നുണ്ട്. ആ തിരിച്ചറിവിൽ തന്നെ ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ട്. രാത്രിയോട് കൂടിയാണ് ഹീറോ വീട്ടിലേക്ക് എത്തുന്നത്. ഈ സമയത്ത് ഹീറോയിൻ അവനെ വെയിറ്റ് ചെയ്ത് റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. അവൾ അവനോട് പറയുന്നുണ്ട്, നിനക്കിപ്പോൾ നല്ല ഹെൽത്ത് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ നീ തോനെ നേരം തലയൊന്നും കുളിക്കരുതെന്ന്. ഇത് കേട്ടപ്പോൾ തന്നെ കഴിഞ്ഞ ചില സന്ദർഭങ്ങളിൽ അവൾ ഇതുപോലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹീറോ ഓർത്തെടുക്കുന്നുണ്ട്. കുറെ നേരം കുളിക്കരുതെന്നും അതുപോലെ ഒരുപാട് ഡ്രിങ്ക്സ് കഴിച്ചാൽ അവന്റെ ഹൃദയത്തിന് ദോഷകരമായി ബാധിക്കുമെന്നുള്ളതൊക്കെ ഇതൊക്കെ ഓർത്തെടുത്ത ഹീറോ ആവട്ടെ ചെറിയ പുച്ഛത്തോടെ തന്നെ ഞാനൊരു ജോക്കായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയുന്നുണ്ട്. എന്താ പറഞ്ഞെന്ന് അവൾ എടുത്തു ചോദിക്കുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് എന്തെന്ന് വെച്ചാൽ, നീ എന്നെ കുറിച്ച് ഓർത്ത് ഇത്രയധികം ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഫ്രഷായി വന്നാലോ എന്ന് അവളുടെ ചെവിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് അവള് വളരെയധികം നെർവസായി പിന്നിലോട്ട് മാറുന്നുണ്ട്. എന്തു പറ്റി, നിനക്കത് ഓക്കെ അല്ലേ? നീ ഒരു കാര്യം ചെയ്യ്, എന്നെ ജിയാങ്ങായിട്ട് അങ്ങ് വിചാരിച്ചാൽ മതി എന്ന് അവൻ പറയുന്നുണ്ട്.
അവൾ എന്തെങ്കിലും ഒന്ന് മറുത്ത് പറയുന്നതിന് മുമ്പ് തന്നെ അവനാവട്ടെ അവളെ എടുത്തുകൊണ്ട് നേരെ ബാത്ത് ടബിലേക്ക് കൊണ്ടുചെന്നിടുന്നുണ്ട്. നീ എന്താണ് ഈ ചെയ്യുന്നേന്ന് അവള് ചോദിക്കുന്നുണ്ടെങ്കിലും അവനാവട്ടെ അവളുടെ അടുത്തേക്ക് വന്ന് കഴുത്തിന് കുത്തിപ്പിടിക്കുന്നുണ്ട്. നീ എന്നെ ഇത്രത്തോളം വെറുക്കുന്നുണ്ടോ എന്ന് അവൾ അവനോട് ചോദിക്കുന്നുണ്ട്. എന്താ ഞാൻ നിന്നെ വെറുക്കണ്ടേ? ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നയാൾ നീ ഒരാൾ കാരണമാണ് മരണപ്പെട്ടത്. പക്ഷേ എനിക്കിപ്പോൾ എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. നീ ഒറ്റ ഒരാൾ കാരണമാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ നെഞ്ചുവേദന ഉണ്ടാവുന്നത്. ചിലപ്പോൾ ഇതൊക്കെ നല്ലതിനായിരിക്കും. എന്റെ ഗേൾഫ്രണ്ടിന്റെ മരണം പകുതി നീ കാരണവും പകുതി ഞാൻ കാരണവുമാണ്. അപ്പോൾ പിന്നെ നമ്മൾക്ക് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടോർച്ചർ ചെയ്തങ്ങ് ജീവിക്കാമെന്ന് തന്നെ അവൻ പറയുന്നുണ്ട്. അതിനുശേഷം അവനാവട്ടെ അവളുടെ ദേഹത്തേക്ക് പതിയെ ചാരി കിടക്കുന്നുണ്ട്. അവളാവട്ടെ അവനെ ചേർത്ത് പിടിക്കുന്നുമുണ്ട്. അവിടെ നിന്ന് പുറത്തേക്ക് വന്നപ്പോഴായിരുന്നു ഹീറോയിന്റെ ഫോൺ റിങ് ചെയ്തിരുന്നത്. ലിൻവിയാണ് വിളിച്ചത്. അവൻ ഇന്നുണ്ടായ അപമാനത്തിനെല്ലാം താനാണ് കാരണമെന്നും തന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞ് അവൾ അവനോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. ലിൻവി ഈ സമയത്ത് പറയുന്നുണ്ട് ജിയാങ്ങിനും അവൾക്കുണ്ടായ കാർ അപകടം താൻഷി പ്ലാൻ ചെയ്ത് വരുത്തി തീർത്തതാണെന്ന്. അവൾ വളരെ ഷോക്കാവുന്നുണ്ട്. ഹീറോയുടെ ഗേൾഫ്രണ്ടിന്റെ കൂടെ അവളും ആ കാറിൽ ഉണ്ടായിരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഹീറോ ബാറിൽ വെച്ച് പറഞ്ഞ കാര്യം ഈ സമയത്ത് അവൾ ഓർക്കുന്നുണ്ട്. നീയും അതുപോലെ താങ്ഷിയും എന്നെ ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ചേർന്നല്ലേ എന്റെ ഗേൾഫ്രണ്ടിനെ കൊന്നുകളഞ്ഞെന്നുള്ള കാര്യം. മറ്റുള്ളവരുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണല്ലോ തന്റെ ജിയാങ് മരണപ്പെട്ടെന്നോർത്ത് അവള് വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട്. പിറ്റേ ദിവസം തന്നെ താങ്ഷിയാവട്ടെ ഹീറോയെ കാണാൻ വരുന്നുണ്ട്. അവനാവട്ടെ എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് എന്റെ വീട്ടിലേക്ക് നീ കയറി വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കാനാണ്, എന്നോട് ക്ഷമിക്കണമെന്ന് അവനോട് പറയുന്നുണ്ട്. തനിക്കൊരിക്കലും നിന്നോട് ക്ഷമിക്കാനാവില്ലെന്നും ഇനി ഒരിക്കലും തന്റെ കൺവെട്ടത്തേക്ക് വരാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് ഹീറോ അവിടുന്ന് ദേഷ്യത്തോടെ പോകുന്നുണ്ട്. ഈ സമയത്ത് താങ്ഷി എന്ന് വിളിച്ചുകൊണ്ട് ഹീറോയിൻ അവിടേക്ക് കയറി വരുന്നുണ്ട്. ഹീറോയിന്റെ ശബ്ദം കേട്ടതും ഹീറോയും അവിടെ നിൽക്കുന്നുണ്ട്. നീ എന്താണ് ഹീറോ എടുത്ത് സംസാരിക്കുന്നതെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് ഞാനും ഹീറോയിൻ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ നിന്നോട് പറയേണ്ട കാര്യം എന്താ എന്ന്. നീ ചെയ്തു കൂട്ടിയ മർഡേഴ്സിന്റെ കാര്യം പറയാനാണോ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ ഹീറോ ആവട്ടെ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് താങ്ഷി ചോദിക്കുമ്പോൾ ആ കാർ ആക്സിഡന്റ് ആസൂത്രണം ചെയ്തത് നീയാണോ അതോ ഞാനാണോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ താങ്ഷി അവളെ അടിക്കാൻ ഒരുങ്ങുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് ഹീറോയിൻ അവളുടെ കരണം നോക്കി ഒരു അടി കൊടുത്തതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ബോട്ടിലെടുത്ത് പൊട്ടിച്ച് അവളെ കൊല്ലാനായി പോകുന്നുണ്ട്. എന്നാൽ ഹീറോ ആവട്ടെ അവളെ തടയുന്നുണ്ട്. നീ എന്നെ കൊല്ലാൻ പോവുകയാണോ എന്ന് താങ്ഷി അവളെടുത്ത് ചോദിക്കുന്നുണ്ട്. ഹീറോ അവിടെ അവളുടെ കയ്യിൽ നിന്ന് ആ കുപ്പി ബലമായി പിടിച്ചു വാങ്ങുന്നു. ഹീറോയിൻ ഈ സമയത്ത് ഹീറോ എടുത്ത് ചോദിക്കുന്നുണ്ട് നിന്റെ ലവറിന്റെ മരണത്തിന്റെ കാരണം ഇവളാണ് ആ കാർ അപകടം ആസൂത്രണം ചെയ്തത്. നിങ്ങൾ എന്താ ഇവളെ വെറുതെ വിടാനാണോ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് അവള് ദേഷ്യത്തോടെ തന്നെ അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. നേരത്തെ ഞാനാണല്ലോ നിങ്ങളുടെ ഗേൾഫ്രണ്ടിനെ കൊന്ന കൊലയാളി എന്ന് പറഞ്ഞ് എന്നെ നിങ്ങൾ എത്രത്തോളം ടോർച്ചർ ചെയ്തു. ഇപ്പോൾ ഇവളാണ് യഥാർത്ഥ കുറ്റവാളി എന്ന് കണ്ടുപിടിച്ചിട്ടും നമ്മളെ വെറുതെ വിടുവാണോ? നിങ്ങളുടെ ഗേൾഫ്രണ്ടിന്റെ മുഖം തന്നെയാണല്ലോ അവൾക്കും, അതുകൊണ്ടാണോ അവളെ വെറുതെ വിടുന്നതെന്നൊക്കെ ഹീറോയിൻ ദേഷ്യത്തോടെ തന്നെ ചോദിക്കുന്നുണ്ട്. അതെ എന്ന് അവനും പറയുന്നുണ്ട്. അതിന് മറുപടി എന്നോണം ഹീറോ പറയുന്നുമുണ്ട് നീ എന്റെ കൂടെ നിന്നത് ഈ ഹൃദയത്തിന് വേണ്ടിയിട്ടല്ലേ? അങ്ങനെയുള്ള നിനക്ക് എന്നെ ജഡ്ജ് ചെയ്യാനുള്ള എന്ത് അധികാരമാണ് ഉള്ളത്? അപ്പോൾ അവളും പറയുന്നുണ്ട് ജിങ്ഷൻ ഞാൻ നിങ്ങളുടെ ഒപ്പം നിന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. ഇവളാണ് ഈ ആക്സിഡന്റിന്റെ മാസ്റ്റർ മൈൻഡ് തന്നെ. ഇവളെ പണിഷ് ചെയ്യേണ്ടേ അല്ലേ എന്ന് അവള് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. ഞാൻ അവൾക്ക് അർഹമായ ശിക്ഷ തന്നെ കൊടുക്കും, പക്ഷെ ഇപ്പോഴല്ല. നീ ഇതില് ഇൻവോൾവ് ആവേണ്ട യാതൊരു കാര്യവും ഇല്ല എന്ന് തന്നെ ഹീറോ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. എനിക്കുണ്ടായ നഷ്ടവും വേദനയും എത്രത്തോളമാണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലാവൂ എന്നൊക്കെ ഹീറോ പറയുന്ന കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട് എന്തുകൊണ്ട് എനിക്ക് മനസ്സിലായിക്കൂടാ? ആ അപകടത്തിൽ നിന്റെ ഗേൾഫ്രണ്ട് മാത്രമല്ല മരിച്ചിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ഹീറോ ഷോക്ക് ആവുന്നുണ്ട്. നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവൻ അവളെടുത്ത് ചോദിക്കുന്നുണ്ട്. അവള് പറയാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഹീറോയിന്റെ അമ്മ അവളെ അന്വേഷിക്കുന്നുണ്ടെന്ന് അവരുടെ അസിസ്റ്റന്റ് വന്ന് ഈ സമയത്ത് പറയുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ അവിടെ നിന്ന് പോകാനൊരുങ്ങുന്നുണ്ട്. എന്നാൽ ഹീറോ അവളുടെ കയ്യിൽ പിടിച്ച് തടഞ്ഞിട്ട് അവളിപ്പോൾ ബിസിയാണെന്ന് അമ്മയെടുത്ത് പറയാൻ ഹീറോ പറയുന്നുണ്ടെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് അസിസ്റ്റന്റ് പറയുന്നുണ്ട്. ഉടനടി ഹീറോയിൻ അവന്റെ കൈ തട്ടി മാറ്റി അവിടെ നിന്ന് ആ സ്ത്രീയെ കാണാനായി പോകുന്നു. എന്തിനായിരിക്കും അമ്മ അവളെ അന്വേഷിക്കുന്നേ എന്നൊരു ഡൗട്ടും അവൻ ഈ സമയത്ത് തോന്നുന്നുണ്ട്. ഉള്ളിലെ വിഷം മറച്ചു വെച്ച് വളരെയധികം സ്നേഹത്തോടെ തന്നെയാണ് അവർ ഹീറോയിന്റെ കൂടെ പെരുമാറുന്നത്. അവരവളടുത്ത് പറയുന്നുണ്ട് നിങ്ങളെ രണ്ടുപേരും തെറ്റിദ്ധാരണകളൊക്കെ മാറി സന്തോഷത്തോടെ മുന്നോട്ട് ജീവിക്കുമെന്നാണ് കരുതിയത്, എന്നാൽ ഇനി അത് സാധ്യമല്ല എന്നും പറഞ്ഞ് ഒരു പേപ്പർ അവളുടെ കയ്യിലേക്ക് എടുത്തു കൊടുക്കുന്നുണ്ട്. അത് വേറെ ഒന്നും ആയിരുന്നില്ല, ഡിവോഴ്സ് എഗ്രിമെന്റ് ആയിരുന്നു. ഹീറോയിനാവട്ടെ അത് മുഴുവൻ വായിച്ചു നോക്കിയിട്ട് വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. ഞാൻ ജിങ്ഷനെ ഡിവോഴ്സ് ചെയ്യണമെന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് അവള് ചോദിക്കുന്നുണ്ട്. അതെ, അത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. അവൻ നിന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് കാണാൻ എനിക്കിനി തീരെ വയ്യ എന്ന് തന്നെ അവർ പറയുന്നുണ്ട്. നീ വിഷമിക്കുകയൊന്നും വേണ്ട, നിനക്ക് കോമ്പൻസേഷൻ തീർച്ചയായും നൽകുന്നതായിരിക്കുമെന്ന് അവർ പറയുന്നുണ്ട്. ഇതൊന്നും വേണ്ട, എനിക്ക് ജിങ്ഷനെ ഡിവോഴ്സ് ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെ അവൾ ഈ സമയത്ത് തുറന്ന് പറയുന്നുണ്ട്. അവള് മനസ്സിലാലോചിക്കുന്നുണ്ട് അവൾ ഒരിക്കലും ജിയാങ്ങിനെ വിട്ടു പോകില്ല എന്ന് വാക്കുകൊടുത്തതാണെന്ന്. നിനക്ക് അവനെ ഡിവോഴ്സ് ചെയ്യാൻ സാധിക്കാത്തത് അവനെ കുറിച്ച് ഓർത്തിട്ടാണോ അതോ അവന്റെ ഉള്ളിലുള്ള ഹൃദയത്തെ കുറിച്ച് ഓർത്തിട്ടാണോ എന്ന് അവന്റെ അമ്മ ദേഷ്യത്തോടെ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് അവൾ അമ്പരപ്പോടെ തന്നെ അവരോട് ചോദിക്കുന്നുണ്ട്.
ഈ ഒരു സത്യം എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് നിന്നെ ഇനിയും ജംഗ്ഷന്റെ അടുത്ത് നിർത്തുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നീ ഈ വീട് വിട്ട് പോയേ മതിയാവൂ എന്ന് തന്നെ അവർ പറയുന്നുണ്ട്. പക്ഷെ ഹീറോയിൻ ഇപ്പോഴും പറയുന്നുണ്ട് ഈ ഡിവോഴ്സിന്റെ വിവരം ജിങ്ഷൻ അറിഞ്ഞാൽ തീർച്ചയായും അയാൾ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന്. അപ്പോൾ അവന്റെ അമ്മയും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിന്നോട് അവനെ ഡിവോഴ്സ് ചെയ്ത് ഇവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെട്ടേ എന്ന്. ഇപ്രാവശ്യം നിങ്ങൾ പറയുന്നത് തീർച്ചയായും തനിക്ക് അനുസരിക്കാൻ പറ്റില്ല എന്ന് തന്നെ ഹീറോയിൻ പറയുമ്പോൾ അവർ പറയുന്നുണ്ട് അത്ര എളുപ്പത്തിലൊന്നും നീ തീരുമാനം എടുക്കണ്ട, ഇതൊന്ന് കണ്ടു നോക്കെന്ന് പറയുന്നുണ്ട്. ജിയാങ്ങിന്റെ മുത്തശ്ശിയെ ബന്ദിയാക്കിയിരിക്കുന്ന വീഡിയോ ആവട്ടെ അസിസ്റ്റന്റ് ഫോണിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അവൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് മര്യാദകേടാണ് ഈ കാണിക്കുന്നത്? നിങ്ങളുടെ മകന്റെ ജീവൻ രക്ഷിച്ചവന്റെ മുത്തശ്ശി തന്നെയാണല്ലോ നിങ്ങൾ ഇങ്ങനെ ഒരു ക്രൂരതയ്ക്ക് വിധേയയാക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ അവരെ ഇവിടെ ഗസ്റ്റ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്, അവർക്കൊരു പ്രശ്നവും പറ്റില്ല. നീ ഡിവോഴ്സിന് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഏതൊരു അമ്മയും അവരുടെ മകനെ അളവില്ലാതെ സ്നേഹിക്കും, അത്ര മാത്രമേ ഞാനും ചെയ്തിട്ടുള്ളൂ. അവനെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് കുറച്ച് വർഷങ്ങളല്ലേ ആയിട്ടുള്ളൂ. അത് മാത്രമല്ല അവനൊരു ഹാർട്ട് കണ്ടീഷൻ ഉണ്ട്, ഒരുപാട് ഇമോഷണൽ ആവാൻ പാടില്ല. അവന്റെ ഹൃദയത്തിന് വേദനകളൊന്നും സഹിക്കാൻ സാധിക്കില്ല. നീ അവന്റെ അടുത്തുണ്ടാവുന്നത് ഒരു ബോംബ് പോലെയാണ്. ജിയാങ്ങിന്റെ ഹൃദയം ഇനിയും വേദന അനുഭവിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അവർ ചോദിക്കുമ്പോൾ ഹീറോയിൻ എന്ന സംശയത്തോടെ ആ ഡിവോഴ്സ് പേപ്പറിലേക്ക് നോക്കുന്നുണ്ട്. അവൾ ഒപ്പിട്ടോ ഇല്ലയോ എന്ന് കാണിക്കുന്നില്ല. ഈ സമയത്ത് ഹീറോ ആവട്ടെ അവന്റെ ഡിക്റ്റേറ്റീവ് ഫ്രണ്ടിനോട് സംസാരിച്ചിട്ടിരിക്കുകയായിരുന്നു. താങ്ഷി ഹീറോയുടെ വീട്ടിൽ നിന്ന് പോയപ്പോൾ മുതൽ ഹീറോയുടെ ഫ്രണ്ട് അവളെ വാച്ച് ചെയ്യുന്നുണ്ട്. അവളിലൂടെ എങ്ങനെയെങ്കിലും അവളുടെ പിന്നിലുള്ള ആളിലേക്ക് എത്താനാണ് ഹീറോയുടെ ശ്രമം. എന്തെങ്കിലും ലീഡ് ഉണ്ടായാൽ ഉടനടി തന്നെ അറിയിക്കണമെന്നും അവൻ പറയുന്നുണ്ട്. ഈ സമയത്താണ് ഹീറോയിൻ ആ കാർ അപകടത്തിൽ അവന്റെ ഗേൾഫ്രണ്ട് മാത്രമല്ല മറ്റാരോ കൊല്ലപ്പെട്ടതായിട്ട് പറഞ്ഞായിരുന്നല്ലോ. അത് ഓർത്തെടുത്ത ഹീറോ ആവട്ടെ അവനോട് പറയുന്നുണ്ട് ഒരു കാര്യം കൂടി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അന്ന് തന്റെ ഗേൾഫ്രണ്ട് മാത്രമല്ല ആ കാർ അപകടത്തിൽ മറ്റാരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന്. നിന്റെ ഗേൾഫ്രണ്ട് അല്ലാതെ മറ്റാരെങ്കിലും ഒക്കെ വിക്ടീം ആയിട്ടുണ്ടോ എന്ന് അയാൾ സംശയത്തോടെ തന്നെ ഹീറോ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിലും ഹീറോയിൻ ഈ സമയത്ത് മുറിയിലേക്ക് കടന്നു വരുന്നത് കൊണ്ട് തന്നെ അവൻ ഫോൺ കട്ട് ചെയ്യുന്നു. അമ്മ നിന്നോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ ഹീറോയിൻ തലയാട്ടുന്നുണ്ട്. എങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. ആരാണ് ആ കാർ അപകടത്തിൽ എന്റെ ഗേൾഫ്രണ്ടിനെ കൂടാതെയുള്ള വിക്ടിം എന്നവൻ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ അത് പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ചതിന് ശേഷം ഹീറോയുടെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് അവൻ ഇമോഷണൽ ആവുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ്. കാരണം അവൻ അത്രത്തോളം വേദനകളൊന്നും സഹിക്കാൻ സാധിക്കുകയില്ല. അവന്റെ ജീവൻ തന്നെ അപകടത്തിലാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ചുള്ള ഒരു വാക്ക് പോലും പറയാൻ പാടില്ല എന്ന് അവർ പറഞ്ഞിരുന്നു. താൻ കാരണം അവന്റെ ജീവൻ ഒരു ആപത്തും വന്നൂടാന്ന് കരുതിക്കൊണ്ട് തന്നെ ഹീറോയിൻ പറയുന്നുണ്ട് ആ കാർ അപകടത്തിലുള്ള ഒരു വ്യക്തിമേ തന്നെയല്ലേ ഞാനും. 3 വർഷമായി ഇതിന്റെ പേരിൽ കൊലയാളി എന്നുള്ള പേര് താൻ ചുമക്കുകയല്ലേ. 3 വർഷം താൻ അനുഭവിച്ചതൊക്കെ ഇനി എണ്ണി എണ്ണി പറയണോ? ഇപ്പോൾ യഥാർത്ഥ പ്രതിയാവട്ടെ ആ താങ്ഷിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾക്കുള്ള ശിക്ഷ തീർച്ചയായും താൻ നൽകുന്നതായിരിക്കുമെന്ന് അവൻ പറയുന്നുണ്ട്. അതിനുശേഷം അമ്മ എന്താണ് നിന്നോട് പറഞ്ഞതെന്ന് അവൻ ചോദിക്കുമ്പോൾ അവളുടെ മുഖത്താകെ വിഷമം കൊണ്ട് നിറയുന്നുണ്ടെങ്കിലും അവൾ പറയുന്നുണ്ട് ഇനിയുള്ള കാലം നമ്മൾ സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് പറഞ്ഞതെന്ന് പറയുന്നു. അത്രേ ഉള്ളൂ എന്ന് ഹീറോ സംശയത്തോടെ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ പതിയെ അവന്റെ മുഖത്തേക്ക് തൊട്ടതിന് ശേഷം ഈ ഒരു ദിവസം വളരെയധികം സന്തോഷത്തോടെ എല്ലാ വഴക്കുകളും മറന്ന് സന്തോഷത്തോടെ ഇരിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അവൻ അതിന് സമ്മതമെന്നോണം അവളോട് ചിരിക്കുന്നുണ്ട്. അന്നത്തെ ദിവസം ഹീറോയിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു റെസ്റ്റോറന്റ് തന്നെ ബർത്ത്ഡേ ആഘോഷിക്കാനായി ഹീറോ ബുക്ക് ചെയ്യുന്നുണ്ട്. കാറിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം അവനാവട്ടെ അവൾക്ക് ഇറങ്ങാൻ വേണ്ടി കൈകൾ വരെ നീട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവളെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവൾക്ക് ഇരിക്കാനായി അവൻ കസാരയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവന്റെ ഈ സ്വഭാവത്തിലെ മാറ്റം അവളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഹീറോനാവട്ടെ അവിടെയൊക്കെ നോക്കിയിട്ട് ഇവിടെ എന്താ ആരും ഇല്ലാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. ഇന്ന് എന്റെ വൈഫിന്റെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് തന്നെ ഈ പ്ലേസ് മുഴുവൻ ഞാൻ ബുക്ക് ചെയ്തിരിക്കുകയാണെന്ന് പറയുമ്പോൾ എന്റെ ബർത്ത്ഡേ ആണെന്ന് നിനക്ക് എങ്ങനെ അറിയാമെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അതുമാത്രമല്ല വളരെയധികം ഡിഫറെന്റ് ആയിട്ടാണല്ലോ അവനിപ്പോൾ പെരുമാറുന്നത്. ഹീറോ പറയുന്നുണ്ട് ഇന്നൊരു ദിവസം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് പറഞ്ഞല്ലേ, അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നിന്നെ നല്ലപോലെ കെയർ ചെയ്യുന്ന പോലെ പെരുമാറിയിട്ട് അടുത്ത ദിവസം ഇതിനെ കുറിച്ച് അങ്ങ് മറന്നേക്കാമെന്ന് പറയുന്നുണ്ട്. ഈ സമയത്താണ് താങ്ഷിയ ഹോട്ടലിലേക്ക് കയറി വരുന്നത്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ബോഡി ഗാർഡ് അവളെ തടയുന്നുണ്ട്. ഇന്ന് മിസ്സിസ് ജിങ്ഷന്റെ ബർത്ത്ഡേ ആണെന്നും അതുകൊണ്ട് തന്നെ ഈ ഹോട്ടൽ മുഴുവൻ അദ്ദേഹം ബുക്ക് ചെയ്തിരിക്കുകയാണെന്നും പറയുന്നുണ്ട്. നാൻസിയുടെ ബർത്ത്ഡേ ജിങ്ഷൻ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നുവെന്ന് കേട്ടപ്പോൾ എന്തെന്നില്ലാത്ത ദേഷ്യം താങ്ഷിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താങ്ഷി ബോഡി ഗാർഡ്സിന്റെ ഒക്കെ കണ്ണു വെട്ടിച്ച് റെസ്റ്റ് റൂമിലേക്ക് എത്തുകയും ഹീറോയിനുമായിട്ട് വഴക്കിനൊരുങ്ങുകയും ചെയ്യുന്നുണ്ട്. ജിയാങ്ങിന്റെ മരണത്തിന് അവളല്ലേ ഉത്തരവാദി, അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അവളെ അങ്ങനെ വെറുതെ വിടാനൊന്നും ഹീറോയിനും ഉദ്ദേശിച്ചിരുന്നില്ല. കുറെ സമയം കഴിഞ്ഞിട്ടും ഹീറോയിനെ കാണാത്തത് കൊണ്ട് തന്നെ അടുത്തുണ്ടായിരുന്ന ഒരു വെയിട്രസിനെ വിളിച്ചിട്ട് തന്റെ വൈഫ് റെസ്റ്റ് റൂമിലേക്ക് പോയതാണെന്നും ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല എന്നും പറയുന്നുണ്ട്. ഇത് കേട്ട് ആ സ്ത്രീ പറയുന്നുണ്ട് റെസ്റ്റ് റൂമിലാവട്ടെ മിസ് താങ്ഷി ഉണ്ടായിരുന്നു, ചിലപ്പോൾ അവരിരുവരും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ഹീറോ പരിഭ്രാന്തിയോടെ തന്നെ റെസ്റ്റ് റൂമിലേക്ക് പോകുന്നുണ്ട്.
ഹീറോയിൻ അവിടെ താങ്ഷിയുടെ മുഖത്ത് ഹെയർ പിന്ന് കൊണ്ട് ഒരു മുറിവുണ്ടാക്കിയിരുന്നു. ഹീറോയെ കണ്ട ഉടനെ തന്നെ താങ്ഷി പറയുന്നുണ്ട് ഇവളെന്റെ മുഖത്ത് ഹെയർ പിന്ന് കൊണ്ട് സ്ക്രാച്ച് ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ടെങ്കിലും ഹീറോ അവളെ പിടിച്ചു തള്ളിയതിനു ശേഷം ഹീറോയിന്റെ അടുത്ത് പറയുന്നുണ്ട് ഈ ഹെയർ പിൻ ആകെ അഴുക്കായി പുതിയൊരെണ്ണം വാങ്ങാമെന്ന്. ഈ ടൈമിൽ അവിടുത്തെ ഒരു വെയിട്രസ് അവിടേക്ക് വരുന്നുണ്ട്. ഈ ഒരു റെസ്റ്റോറന്റ് ഫുള്ള് ഞാൻ ബുക്ക് ചെയ്തതാണ്, പക്ഷേ ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാർ എങ്ങനെയാണ് ഇവിടെ കടന്നു വരുന്നതെന്ന് ചോദിച്ച് ഹീറോ അവരെ വഴക്ക് പറയുന്നുണ്ട്. ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവര് താങ്ഷിയെ പിടിച്ച് പുറത്തേക്കാക്കാൻ പോകുന്നുണ്ട്. വെയിട്രസ് അവളെ പുറത്തേക്ക് പിടിച്ചുകൊണ്ടുപോയി ആക്കുന്നുണ്ട്. ഇനി എവിടെ നിന്നാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി താങ്ഷി ആവട്ടെ കാറിൽ കയറുന്നുണ്ട്. ഡ്രൈവർ അവളുടെ മുഖത്തെ മുറിവ് കണ്ടുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരിടത്തേക്കാണ് പോണ്ടേ എന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ കാറ് മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയുടെ ഫ്രണ്ടും അവളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. താങ്ഷി അവന്റെ വീട്ടിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നതെന്ന് ഹീറോയുടെ ഫ്രണ്ട് ഫോൺ വഴി അവനെ അറിയിക്കുന്നുണ്ട്. തന്റെ വീട്ടിലേക്ക് അവൾ എന്തിനായിരിക്കും പോയെന്ന് ഹീറോ സംശയത്തോടെ ഫ്രണ്ടിനോട് ചോദിക്കുന്നുണ്ട്. അതുമാത്രമല്ല അവളുടെ മേലിൽ എപ്പോഴും ഒരു കണ്ണുണ്ടായിരിക്കണമെന്നും അവൻ ഓർമ്മപ്പെടുത്തുന്നു. ഇനി ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പിന്നീട് ഡിസ്കസ് ചെയ്യാമെന്നും താനിപ്പോൾ തന്റെ വൈഫിൻ്റെ കൂടെയാണ് ഉള്ളതെന്നും ഫ്രണ്ടിനോട് പറഞ്ഞതിന് ശേഷം അവൻ കോള് കട്ട് ചെയ്ത് ഹീറോയിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവനാവട്ടെ അവളെ ഡാൻസ് ചെയ്യാനായിട്ട് വിളിക്കുന്നുണ്ട്. അവളും അങ്ങനെ അവനോടൊപ്പം ഡാൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഹീറോ അവൾക്ക് വേണ്ടി ഏർപ്പാടാക്കിയ ഫയർ വർക്ക്സ് നടക്കുന്നത്. ഇത് കണ്ട ഹീറോയിൻ വല്ലാതെ ഷോക്കാവുന്നുണ്ട്. ഫയർ വർക്ക്സോ എന്നവൾ അതിശയത്തോടെ ചോദിക്കുമ്പോൾ തന്നെ ഹീറോ നിനക്കിത് ഇഷ്ടമായോ എന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഈ സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. അവളുടെ ഒരു ബർത്ത്ഡേ വിഷ് ചെയ്ത് കേക്കുമായി ജിയാങ് വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അവിടെ ഫയർ വർക്കും സ്റ്റാർട്ട് ആവുന്നുണ്ട്. ജിയാങ് ഈ സമയത്ത് പറയുന്നുണ്ട് ഫയർ വർക്ക്സ് അവൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും അടുത്ത വർഷത്തെ ബർത്ത്ഡേക്ക് അവൾക്ക് വേണ്ടി ഗംഭീരമായ ഒരു ഫയർ വർക്ക് ഷോ തന്നെ അവൻ ഏർപ്പാടാക്കാമെന്ന്. ഇതൊക്കെ ഓർത്തെടുത്ത ഹീറോയിൻ വളരെ ഫീൽ ചെയ്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഹീറോ ഈ സമയത്ത് അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ ഫയർ വർക്ക്സ് നിന്നെ ജിയാങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയോ എന്ന്. അവൻ നിനക്ക് വേണ്ടി ഒരു ഫയർ വർക്ക് ഷോ ഏർപ്പാടാക്കി തരാമെന്ന് പറഞ്ഞിരുന്നോ എന്നൊക്കെ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഈ കാര്യം നിനക്കെങ്ങനെ അറിയാമെന്ന് ഹീറോയിൻ അതിശയത്തോടെയും വളരെയധികം വിഷമത്തോടെ അവനോട് ചോദിക്കുന്നുണ്ട്. ഹീറോ അവന്റെ നെഞ്ചിലേക്ക് കൈവച്ചിട്ട് അവൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്. അവൻ എന്നോട് യാചിച്ചു നിനക്ക് വേണ്ടി ഒരു ഫയർ വർക്ക് ഷോ നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞ്. അവന് വേണ്ടി അവന്റെ ആ ഒരു ആഗ്രഹമെങ്കിലും ഞാൻ സാധിച്ചു കൊടുക്കണ്ടേ എന്ന് കരുതി ഞാൻ സമ്മതിച്ചു എന്ന് തന്നെ അവൻ പറയുന്നുണ്ട്. ഇതും കൂടെ കേട്ട ഹീറോയിന് അവളുടെ കണ്ണീരടക്കാൻ സാധിച്ചില്ല. അവൾ വാ പൊത്തി അലറി കരയുന്നുണ്ട്. ഹീറോ ആവട്ടെ ആശ്വാസത്തോടെ കുറേയധികം വാക്കുകൾ പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്ത് അവൾ ആവട്ടെ അവനെ കിസ് ചെയ്യുന്നുണ്ട്. അവളിൽ നിന്ന് പെട്ടെന്ന് അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടാവുമെന്ന് ഹീറോ ഒരിക്കലും കരുതിയിരുന്നില്ല. അതവനെ വല്ലാതെ ഷോക്ക് ആക്കുന്നുണ്ട്. അവസാനമായി ഒരേ ഒരു പ്രാവശ്യമെങ്കിലും താൻ ജിയാങ്ങിന്റെ ഹൃദയമെടുപ്പൊന്ന് കേട്ടോട്ടെ എന്ന് അവൾ അവനോട് യാചന രൂപേണ ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി എന്നോണം ജിങ്ഷൻ തലയാട്ടുന്നുണ്ട്. ഹീറോയിനാവട്ടെ പതിയെ അവന്റെ നെഞ്ചിലേക്ക് തലചായ്ച്ച് അവന്റെ ഹൃദയമിടിപ്പ് കേൾക്കുന്നുണ്ട്. ജിയാങ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൾ അവന്റെ ഹൃദയമിടിപ്പ് വളരെ വേദനയോടെ തന്നെ കേട്ടു നിൽക്കുന്നുണ്ട്. ഹീറോ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിക്കുകയും ആ ഒരു രാത്രി അവരൊരുമിച്ച് ചിലവഴിക്കുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം ഉറക്കമുണർന്ന ഹീറോ ആവട്ടെ അവളെ തപ്പിത്തടഞ്ഞു നോക്കുന്നുണ്ട്. എന്നാൽ അവൾ അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്ര രാവിലെ അവളത് എവിടേക്ക് പോയി എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഹീറോ അവളെ നോക്കാനായി എഴുന്നേൽക്കുന്നുണ്ട്. ഈ സമയത്താണ് അടുത്ത ടേബിളിലുണ്ടായിരുന്ന ഡിവോഴ്സ് പേപ്പർ അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് വായിച്ചു നോക്കി അവനാവട്ടെ ഒരുപോലെ ദേഷ്യവും അതുപോലെ തന്നെ വിഷമവും ഒക്കെ വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിനു ശേഷം ഹീറോയിൻ അവിടെ എവിടെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. അവളുടെ സാധനങ്ങളൊക്കെ എവിടെ ഉണ്ടോയെന്നും നോക്കുന്നുണ്ട്. ഒരു സാധനങ്ങൾ പോലും ഇല്ലാന്ന് മനസ്സിലായപ്പോൾ ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അവൾ ഈ ഡിവോഴ്സിന്റെ കാര്യം നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണെന്ന്. അവളെ തിരക്കി അവൻ പുറത്തേക്ക് പോകാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും ഹീറോയുടെ അമ്മ അവനെ തടയുന്നുണ്ട്. നീ ആരെ കാണാൻ പോവുക, നാൻസിയെ കാണാൻ പോവുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അവള് രാവിലെ തന്നെ ഇവിടെ നിന്ന് പോയല്ലോ, അവളെ തന്നെ ഡിവോഴ്സ് ചെയ്തിട്ടാണല്ലോ പോയിരിക്കുന്നത്, ഇനി നീ എന്തിനാ അവളെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്ന് അവൻ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. എന്ത് പറയണമെന്നറിയാതെ അവരും പതറുന്നുണ്ട്. നിങ്ങൾ തന്നെയാണോ അവളെ ഇവിടുന്ന് പോകാൻ പ്രേരിപ്പിച്ചതെന്ന് ഹീറോ ചോദിക്കുന്നുമുണ്ട്. ഇപ്പോൾ ഇത് നിന്റെ കാര്യമല്ല, നീ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ട. ഇനി ഒരിക്കലും അവളെ കണ്ടെത്താനായി ഞാൻ അനുവദിക്കുകയില്ല. നിനക്ക് അവളെ വെറുപ്പല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹീറോ പറയുന്നുണ്ട് എന്റെ ഹൃദയം അവളെ സ്നേഹിക്കുന്നുണ്ട്, അവളെ അന്വേഷിക്കുന്നുണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകാനൊരുങ്ങുന്നുണ്ട്. എന്നാൽ ആ സ്ത്രീയെ ഇനിയും കാണാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ പിടിച്ച് തടയുന്നുണ്ടെങ്കിലും അവൻ കൈ തട്ടി മാറ്റി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് അവരുടെ അസിസ്റ്റന്റ് പറയുന്നുണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ 3 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആക്സിഡന്റിന്റെ പിന്നിലെ സത്യങ്ങളൊക്കെ സാറ് മനസ്സിലാക്കുമെന്ന്.
കഴിഞ്ഞ ദിവസം ആ ഹോട്ടലിൽ നിന്ന് താങ്ഷയെ പുറത്താക്കിയതിനു ശേഷം താങ്ഷ ഹീറോയുടെ അമ്മയെ കാണാനാണ് വന്നിരുന്നത്. അവള് പറഞ്ഞിരുന്നു ഹീറോയിനെ സൂക്ഷിക്കണം, ജിങ്ഷൻ ആവട്ടെ അവളുമായി ഇപ്പോൾ നല്ല അടുപ്പത്തിലാണെന്നൊക്കെ. ഈ കാര്യമൊക്കെ അവന്റെ അമ്മ ഇപ്പോൾ ഓർത്തെടുക്കുന്നുണ്ട്. ജിങ്ഷൻ നാൻസിയെ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആൾക്കാര് നാൻസിയെ കണ്ടെത്തണം. ഇപ്പോൾ തന്നെ ഹീറോയുടെ അസിസ്റ്റന്റിനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ ധരിപ്പിക്കണമെന്ന് അവന്റെ അമ്മ അവരുടെ അസിസ്റ്റന്റിന് ഓർഡർ കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ ആവട്ടെ ഹീറോയിനെ അന്വേഷിച്ച് പൊക്കോണ്ടിരിക്കുകയായിരുന്നു. കൂടെ അസിസ്റ്റന്റും ഉണ്ടായിരുന്നു. എവിടേക്കാണ് പോകണ്ടേന്ന് അസിസ്റ്റന്റ് ചോദിക്കുമ്പോൾ അവൾക്കധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ലല്ലോ, കുറച്ച് ഫ്രണ്ട്സ് അല്ലേ ഉള്ളൂ, ആദ്യം അവരുടെ അടുത്ത് തരാമെന്ന് പറയുന്നുണ്ട്. ഈ സമയത്താണ് ഹീറോയിൻ ലേക്ക് വ്യൂ ഹോട്ടലിലെ ലിൻവിയോടൊപ്പം ഉണ്ടെന്നുള്ള മെസ്സേജ് അവന്റെ ഫ്രണ്ട് അയക്കുന്നത്. അത് കേട്ടിട്ട് അവന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അസിസ്റ്റന്റിനോട് ആവട്ടെ ലേക്ക് വ്യൂ ഹോട്ടലിലേക്ക് പെട്ടെന്ന് തന്നെ പോവാനും അവൻ പറയുന്നു. ലിൻവിയുടെ അപ്പാർട്ട്മെന്റിലെത്തിയ ഹീറോയിൻ ആവട്ടെ അവളുടെ ഡ്രസ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയായിരുന്നു. ഈ സമയത്ത് അവൻ ചോദിക്കുന്നുണ്ട്, ഇവിടെ തന്നെ താമസിക്കാൻ തീരുമാനിച്ചോ, ഡയറക്റ്റായി ഇവിടെ നിന്ന് പൊക്കൂടെ? താങ്ക്ഷ ചെയ്തു കൂട്ടിയ കുറ്റകൃത്യത്തിന്റെ തെളിവുകളൊക്കെ ശേഖരിക്കണമെങ്കിൽ ഞാനിവിടെ സ്റ്റേ ചെയ്തേ മതിയാവൂ. ഈ ടെൻഷനൊന്നും അടിക്കണ്ട, ജംഗ്ഷൻ എന്നെ ഒരു കാരണവശാലും കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്ന് ഹീറോയിൻ പറയുന്നത് കേട്ടപ്പോൾ നീ ഇപ്പോൾ റെസ്റ്റ് എടുക്കുക, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. വീണ്ടും മുറിയിലേക്ക് ആരോ കടന്നു വരുന്ന പോലെ ഹീറോയിന് തോന്നുന്നുണ്ട്. അവൾ കരുതിയത് ലിൻവി തന്നെ ആയിരിക്കുമെന്നാണ്. അവളാവട്ടെ അവനോട് ചോദിക്കുന്നുണ്ട്, എന്താ പെട്ടെന്ന് വീണ്ടും തിരിച്ചു വന്നേ? ഹീറോയുടെ അമ്മ ഏർപ്പാടാക്കിയ ബോഡി ഗാർഡ്സ് ആയിരുന്നു അത്. അവളെ ബലപ്രയോഗത്തിലൂടെ തന്നെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. നാൻസി അവിടെ നിന്ന് കൊണ്ടുപോയതിനു ശേഷമാണ് ഹീറോ ഹോട്ടലിലേക്ക് എത്തുന്നത്. ലിൻവി ബുക്ക് ചെയ്തിരിക്കുന്ന റൂം ഏതാണെന്ന് ചോദിക്കുമ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന റിസപ്ഷനിസ്റ്റ് പറയുന്നുണ്ട്, നിങ്ങളുടെ ആൾക്കാർ തന്നെയാണല്ലോ കുറച്ചു മുമ്പ് ലിൻവിയുടെ റൂമിലുണ്ടായിരുന്ന ഗസ്റ്റിനെ പിടിച്ചുകൊണ്ട് പോയെന്ന്. എന്റെ ആൾക്കാരോ എന്ന ഷോക്കിൽ തന്നെ ഹീറോ അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഈ സമയത്താണ് ഹീറോയിന്റെ ബർത്ത്ഡേ ഫംഗ്ഷന്റെ അന്ന് താങ്ക്ഷി അവന്റെ വീട്ടിലേക്ക് പോയിരുന്ന കാര്യം അവന്റെ ഫ്രണ്ട് പറഞ്ഞായിരുന്നല്ലോ. അതുമാത്രമല്ല ഹീറോയുടെ അമ്മ അവളെ ഇതുപോലെ ഡിവോഴ്സ് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നില്ലേ, അതൊക്കെ വെച്ച് ഹീറോയുടെ അമ്മ തന്നെയായിരിക്കാം ഇതിന്റെയൊക്കെ പിന്നിലെന്ന് അവൻ മനസ്സിലാക്കുന്നുണ്ട്. നാൻസി ആവട്ടെ ഹീറോയുടെ വീട്ടിലേക്ക് തന്നെയാണ് കൊണ്ടുപോയത്. അവിടെ എത്തി അവൾ അവിടെ ജിങ്ഷനെ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ജിങ്ഷൻ ഇവിടെ ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് അവന്റെ അമ്മ അവിടേക്ക് കയറി വരുന്നുണ്ട്. അവൾ അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ മകന്റെ അടുത്തുനിന്ന് പോയാൽ മാത്രമല്ലേ അവന് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്, ഇപ്പോൾ എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. തന്റെ മകൻ അവന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്ന സമയത്ത് പോലും ഈ ഒരു രീതിക്ക് തന്നോട് പെരുമാറിയിട്ടില്ല. ഇപ്പോൾ അവനൊരു ഭ്രാന്തനെ പോലെ നിന്നെ അന്വേഷിച്ച് നടക്കുകയാണ്. നിങ്ങൾ എന്താണ് ഈ പറഞ്ഞു വരുന്നതെന്ന് അവളവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. നീ ജീവനോടെ ഇരിക്കുന്ന കാലം വരെ എന്റെ മകന് സമാധാനമായി ജീവിക്കാൻ സാധിക്കില്ല. ജിയാങ്ങിന്റെ ഹൃദയം ജിങ്ഷൻ സ്വീകരിച്ചത് കൊണ്ടാണോ അവനോടൊപ്പം ഞാൻ നിൽക്കാൻ നിങ്ങൾ സമ്മതിക്കാത്തത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അതൊന്നും ഇപ്പോൾ നീ അറിയേണ്ട ആവശ്യമില്ല, നീ എന്തായാലും ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായേ മതിയാവൂ എന്നവർ പറയുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ എന്നെ കൊല്ലണമല്ലേ? ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ എന്നെ യൂസ് ചെയ്യായിരുന്നു. നിങ്ങളുടെ ഈ ക്രൂരതയുടെ മുഖം നിങ്ങളുടെ മകൻ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അവരവട്ടെ അവളുടെ കരണത്തടിച്ചിട്ട് എന്റെ മകന് വേണ്ടി ഞാനെന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ബോഡി ഗാർഡ്സിനോട് അവളുടെ കഴുത്തിലെ കയറിട്ട് മുറുക്കാനായി അവർ ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ എന്നെ കൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ മകൻ നിങ്ങളോട് തീർച്ചയായും ക്ഷമിക്കില്ല. ആജീവനാന്തം അവന്റെ വെറുപ്പ് സഹിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അവൻ എന്നെ വെറുക്കാനൊന്നും പോകുന്നില്ല, കാരണം നീ എങ്ങനെ മരിച്ചെന്നുള്ളത് അവൻ ഒരിക്കലും അറിയാൻ പോകുന്നില്ല. ആ 3 വർഷം മുമ്പുള്ള കാർ അപകടം പോലെ തന്നെ. 3 വർഷം മുമ്പുള്ള കാർ അപകടമോ? അപ്പോൾ നിങ്ങളായിരുന്നു അതിന്റെ പിന്നിലെന്ന് അവള് അതിശയത്തോടെ അവരോട് ചോദിക്കുന്നുണ്ട്. ഇനി നീ സത്യങ്ങളൊക്കെ അറിഞ്ഞതും വെച്ച് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. നീ മരിക്കാൻ പോവുകയല്ലേ, ഇതിന്റെയൊക്കെ പിന്നിൽ ഞാൻ തന്നെയായിരുന്നു. ഞാനായിരുന്നു താങ്ഷിയുടെ പിന്നിൽ നിന്ന് അപകടം പ്ലാൻ ചെയ്തത്. നിന്റെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ ഹൃദയത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ഒരു അപകടം പ്ലാൻ ചെയ്തതെന്ന് അവർ വെളിപ്പെടുത്തുന്നുണ്ട്. ഞാൻ നിന്റെ ബോയ് ഫ്രണ്ടിന്റെ അടുത്തേക്ക് അയക്കാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ബോഡി ഗാർഡ്സ് അവളുടെ കഴുത്തിലെ കയർ മുറുക്കുന്നു. സത്യങ്ങൾ മനസ്സിലാക്കി അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ആ സമയവും ഒഴുകുന്നുണ്ടായിരുന്നു. മരണം തന്റെ അടുത്ത് എത്തിയെന്ന് വിശ്വസിച്ച് തന്നെ അവൾ കണ്ണുകൾ അടച്ചു. ഈ സമയത്ത് തന്നെ ഹീറോ അവിടേക്ക് വന്ന് നർത്തെന്ന് പറഞ്ഞ് ബോഡി ഗാർഡ്സിനെയൊക്കെ തള്ളിമാറ്റി ഹീറോയിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. എന്റെ ജീവൻ രക്ഷിക്കാൻ നിങ്ങളായിരുന്നല്ലേ ജിയാങ്ങിനെ കൊന്നേ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഹീറോയിനെ താനാണ് ഇവിടേക്ക് എത്തിച്ചതെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി എന്ന് അവർ പരിഭ്രാന്തിയോടെ ചോദിക്കുമ്പോൾ, എന്റെ എല്ലാ പ്രവൃത്തിയും എന്റെ അസിസ്റ്റന്റിനെ വെച്ച് നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ ഞാനും ആരെങ്കിലും ഏർപ്പാടാക്കണ്ടേ നിങ്ങളെ വാച്ച് ചെയ്യാനെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. മറ്റുള്ള ആൾക്കാരെ ഇങ്ങനെ ഹർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും നിങ്ങളെ റെസ്പെക്ട് ചെയ്തിട്ടേ ഉള്ളൂ. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള രൂപം എന്താണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇതെല്ലാം നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തതെന്ന് അവർ പറയുന്നുണ്ട്. തന്നെ സ്നേഹിക്കുന്നതിന്റെ പേരിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാമെന്ന് കരുതരുതെന്ന് തന്നെ അവൻ പറയുന്നുണ്ട്. ഞാൻ സ്നേഹിക്കുന്നവരെ തന്നെയാണ് നിങ്ങളിങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം എൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടിനെ, ഇപ്പോൾ നാൻസിയെയും. ഈ പെൺകുട്ടി എന്തായാലും നിന്റെ കൂടെ നിർത്താൻ പാടില്ല. അവൾ എന്തായാലും മരിക്കേണ്ടവൾ തന്നെയാണ്. നീയാണെങ്കിൽ ഈ ഫാമിലിയിലെ അനന്തരാവകാശിയാണ്. നിനക്കാണെങ്കിൽ ഹൃദയത്തിന് വിഷമങ്ങൾ താങ്ങാനുള്ള ശക്തിയുമില്ല.
ഇവൾ നിന്റെ ഭാഗത്തു നിന്ന് നിനക്ക് ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് അവന്റെ അമ്മ പറയുന്നത് കേട്ടപ്പോൾ ഞങ്ങൾ കപ്പിൾസ് ആണ്, ഞങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല, അതുമാത്രമല്ല ഇനി എന്റെ ഒരു കാര്യത്തിലും നിങ്ങൾ ഇടപെടരുത് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഒരു താക്കീതും നൽകി ഹീറോ അവിടെ നിന്ന് ഹീറോയിനെയും കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവൾക്ക് എന്തെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഹീറോ പറയുമ്പോൾ ജിയാങ്ങിന്റെ മരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും നിനക്ക് ഇതിനു മുമ്പേ അറിയത്തില്ലായിരുന്നോ എന്ന് അവൾ അവനോട് ചോദിക്കുന്നുണ്ട്. നീ എന്നെ വിശ്വസിക്കണം, എനിക്ക് ജിയാങ്ങിന്റെ മരണത്തിൽ യാതൊരു പങ്കുമില്ല എന്ന് അവൻ പറയുന്നത് കേട്ടപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, നീയുമായി ബന്ധമില്ലാത്ത ഒരാൾക്ക് അപകടം പറ്റിയാൽ നീ അതിനെ കെയർ ചെയ്യുമോ എന്ന്. തീർച്ചയായും ഞാൻ കെയർ ചെയ്യുന്നുണ്ട്. ഇനി ജിയാങ്ങിനെ ഞാൻ കെയർ ചെയ്തില്ലെങ്കിൽ പോലും ആ അപകടത്തിൽ എന്റെ ഗേൾഫ്രണ്ടും കൊല്ലപ്പെട്ടില്ലേ, അവളുടെ ജീവിതം വെച്ച് എനിക്ക് തമാശ കളിക്കാനാവൂ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ തന്നെ ഞാനങ്ങ് മറന്നുപോയി, നിന്റെ ലവറും ആ അപകടത്തിൽ മരണപ്പെട്ടല്ലോ എന്ന് ഞാൻ ഓർത്തില്ല എന്ന് അവൾ പറയുന്നുണ്ട്. ഞാനാണ് കൊലയാളി എന്ന് പറഞ്ഞ് നീ എന്നെ ഒരുപാട് ഉപദ്രവിക്കുകയും ടോർച്ചർ ചെയ്യുകയും ചെയ്തല്ലോ, ഇപ്പോൾ യഥാർത്ഥ കൊലയാളി ആരാണെന്ന് കണ്ടുപിടിച്ച സ്ഥിതിക്ക് നീ ഇനി എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ചെയ്തു കൂട്ടിയ തെറ്റിന്റെ ശിക്ഷ തീർച്ചയായും താങ്ഷിക്ക് ലഭിക്കുമെന്ന് പറയുമ്പോൾ നിനക്കറിയാമല്ലോ ഞാൻ താങ്ഷിയുടെ കാര്യമല്ല പറഞ്ഞേന്ന്, നിന്റെ അമ്മയുടെ കാര്യം അതുപോലെ തന്നെ നിന്നെയും കുറിച്ചാണ്. നിങ്ങൾ രണ്ടുപേരും കൊലയാളികളാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ മുഖം കൈവച്ച് അവളുടെ നേർക്ക് തന്നെ പിടിച്ചു നിർത്തുന്നുണ്ട്. നീ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ നീ ചെയ്ത തെറ്റിന്റെ ഫലം നീയും അനുഭവിക്കണമെന്ന് പറഞ്ഞ് അവൾ ആ സ്റ്റിയറിംഗിന്റെ കൺട്രോൾ തിരിച്ചുവിടുന്നുണ്ട്. സ്റ്റിയറിംഗിന്റെ നിയന്ത്രണം തന്റെ വരുതിയിലേക്കാക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവള് അതിന്റെ കൺട്രോൾ തിരിച്ചു വിട്ടുകൊണ്ടേയിരുന്നു. നിയന്ത്രണം വിട്ട കാറാവട്ടെ ഇടിച്ചാണ് നിൽക്കുന്നത്. ഹീറോ ആവട്ടെ അവൾക്ക് ആപത്തൊന്നും വരാതിരിക്കാൻ അവളെ പ്രൊട്ടക്ട് ചെയ്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരുടെയും നെറ്റിയിൽ ചെറുതായി മുറിവേൽക്കുകയും ഹീറോയുടെ ബോധം മറയുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്തും ഹീറോയിന് ബോധമുണ്ടായിരുന്നു. അവളാവട്ടെ ജിയാങ് ആ കാർ അപകടമുണ്ടായ സമയത്ത് അവളെ പ്രൊട്ടക്ട് ചെയ്ത് മുൻപിലേക്ക് കയറിയിരുന്നല്ലോ, അതുപോലെ തന്നെയാണ് ഹീറോയും ഇപ്പോൾ അവളുടെ മുമ്പിലേക്ക് കയറി അവളെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നത്. ജിയാങ് ഇത് ശരിക്കും നീ തന്നെയാണോ എന്ന് അവൾ സംശയത്തോടെ തന്നെ ഹീറോയെ നോക്കിക്കൊണ്ട് മനസ്സിലോർക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലൊക്കെ പോയതിനു ശേഷം ഹീറോ അവളുമായിട്ട് തന്നെ വീട്ടിലേക്ക് എത്തിയിരുന്നു. ഹീറോയിന് ഈ സമയത്ത് നല്ല മയക്കമായിരുന്നു. അവള് ജിയാങ്ങിന്റെ കാര്യങ്ങളൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയത്തോടെ തന്നെ ജിയാങ് എന്ന് വിളിച്ചുകൊണ്ട് അവൾ എഴുന്നേൽക്കുന്നുമുണ്ട്. ജിങ്ഷൻ അവളടുത്ത് പറയുന്നുണ്ട് അവൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന്. എന്നോടുള്ള പ്രതികാരം ചെയ്യാനായി അവളുടെ ജീവിതം നശിപ്പിച്ചു കളയേണ്ട കാര്യമുണ്ടോ എന്ന് അവൻ അവളടുത്ത് ചോദിക്കുന്നുണ്ട്. അവന്റെ അമ്മയ്ക്ക് എത്രത്തോളം വേദന നൽകാമോ അത്രത്തോളം വേദന നൽകാൻ താൻ തയ്യാറാണ്, അതിൽ തന്റെ ജീവൻ പോയാലും യാതൊരു കുഴപ്പവും ഇല്ല എന്ന് അവൾ പറയുന്നുണ്ട്. എന്തായാലും കഷ്ടമായി പോയി, ഞാനിപ്പോഴും ജീവനോടെയുണ്ട്, നിനക്ക് എന്നോടൊപ്പം ചേർന്ന് നിന്ന് തന്നെ എന്നോടുള്ള പ്രതികാരം ചെയ്യാമെന്ന് ഹീറോ പറയുന്നുണ്ട്. അതിനുശേഷം അവളുടെ കൈ അവൻ പിടിച്ചതിന് ശേഷം ഒരു ബ്രേസ്ലെറ്റിന്റെ ബോക്സ് എടുക്കുന്നുണ്ട്. എന്താണ് നീ ഈ ചെയ്യാൻ പോകുന്നതെന്ന് അവൾ അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. നീ എന്നോട് പറഞ്ഞില്ലായിരുന്നോ നമ്മൾ കുറെ നാളുകളായി വിവാഹം കഴിച്ചിട്ട്, പക്ഷേ ഞാൻ ഒരിക്കലും നിനക്ക് വേണ്ടിയിട്ട് ഒരു പ്രപ്പോസൽ മോതിരം തയ്യാറാക്കിയിരുന്നില്ല, അതിന് പകരമായി ഞാനൊരു ബ്രേസ്ലെറ്റ് ഇപ്പോൾ ധരിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അവൾ അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എനിക്കറിയാം നീ ജിയാങ് തന്ന മോതിരം ഒരിക്കലും കയ്യിൽ നിന്ന് ഊരില്ല എന്ന്. അത് കുഴപ്പമില്ല, അവൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിലല്ലേ തുടിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ നിനക്ക് ചെയ്തു തരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് ചെയ്തു തന്ന് നിന്നെ സന്തോഷിപ്പിക്കുന്നതായിരിക്കുമെന്ന് അവൻ അവൻ്റെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് പറയുന്നുണ്ട്. പക്ഷേ ദേഷ്യം വന്ന ഹീറോയിൻ അവൻ്റെ കരണത്തൊരടി കൊടുത്തിട്ട് നിനക്ക് അവൻ്റെ ഹൃദയം കൊണ്ടു കടക്കാനുള്ള യാതൊരു യോഗ്യതയുമില്ല, ജിയാങ്ങിനോട് നിന്നെ താരതമ്യം ചെയ്യാനുള്ള അർഹത പോലും നിനക്കില്ല, ഈ ജന്മം നീ എന്നോട് പൊറുക്കില്ല എന്ന് എനിക്കറിയാം എന്നൊക്കെ അവൻ പറയുന്നത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട് ഈ ഒരു ജന്മം എന്നല്ല, ഒരിക്കലും നിന്നോട് എനിക്ക് പൊറുക്കാൻ സാധിക്കില്ല, നിന്റെ ഭാഗത്ത് എന്നെ നിർത്തുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും നിനക്കുണ്ടാവാൻ പോകുന്നില്ല, ജിയാങ്ങിന്റെ ജീവന് പകരമായി തീർച്ചയായും ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യുമെന്ന് തന്നെ അവൾ പറയുന്നു. എങ്കിൽ പിന്നെ നീ ഈ ചാൻസ് മിസ്സാക്കണ്ട, ജിയാങ്ങിന് വേണ്ടി നീ എന്നോട് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു കത്തി എടുത്ത് അവളുടെ കയ്യിൽ അവൻ കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് അവൾ ചോദിക്കുന്നുണ്ട് എന്നെ കൊണ്ട് ഇതിന് സാധിക്കില്ല എന്ന് നീ കരുതരുതെന്ന്, എങ്കിൽ പിന്നെ നിന്റെ പ്രതികാരം നടപ്പിലാക്കിക്കോ എന്ന് പറഞ്ഞ് ഹീറോ ആവട്ടെ അവളുടെ കൈ പിടിച്ച് അവന്റെ വയറ്റിലേക്ക് തന്നെ ആ കത്തി കുത്തി ഇറക്കുന്നുണ്ട്. ഇപ്പോൾ നിനക്ക് സന്തോഷമായോ എന്ന് ഹീറോ അവളടുത്ത് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഹീറോയിന് വേണ്ടിയിട്ടുള്ള ഫുഡുമായി അവിടെ ഒരു ജോലിക്കാരി വരുന്നുണ്ട്. ഉടനടി തന്നെ ആംബുലൻസ് വിളിക്കാൻ ഹീറോയിൻ അവരടുത്ത് പറയുന്നുണ്ട്. ഉടനടി തന്നെ ഹീറോയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. അവൻ കണ്ണുകൾ തുറന്നപ്പോൾ അവന്റെ അടുത്ത് അവന്റെ ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഫ്രണ്ട് അവന്റെ അടുത്ത് പറയുന്നുണ്ട് നീ ഹോസ്പിറ്റലുമായിട്ട് വല്ലാത്തൊരു കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു, രാവിലെ ഒരു കാർ ആക്സിഡന്റുമായിട്ട് വന്നു, വൈകുന്നേരം ആയപ്പോൾ കത്തിക്കുത്തുമായിട്ടും വന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഫ്രണ്ടിനോട് അവൻ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞേൽപ്പിച്ച ജോലികളൊക്കെ നീ ചെയ്തായിരുന്നോ എന്ന്. ജിയാങ്ങിന്റെ മുത്തശ്ശി അവരുടെ വീട്ടിലേക്ക് സേഫായി എത്തിച്ചെന്നും അതുപോലെ തന്നെ ഹീറോയുടെ അസിസ്റ്റന്റിനെ അവരുടെ കമ്പനിയിൽ നിന്നും വീട്ടിൽ നിന്നും അതുപോലെ തന്നെ ഈ സിറ്റിയിൽ നിന്ന് തന്നെ പുറത്താക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ പറയുന്നുണ്ട് അസിസ്റ്റന്റ് ഇത്രയും നാളും തന്റെ കൂടെ ഉണ്ടായിട്ടും ഇങ്ങനെ ഒരു ചതി തനിക്ക് അയാളിൽ നിന്ന് പറ്റുമെന്ന് ഒരിക്കലും കരുതിയില്ല, അവനെ തിരിച്ചറിയാൻ വൈകിപ്പോയെന്ന് പറയുമ്പോൾ ഒരു കണക്കിന് നിന്റെ അമ്മയുടെ നിർദ്ദേശപ്രകാരം അവൻ നിന്നെ സഹായിക്കുകയായിരുന്നു എന്ന് തന്നെ ഫ്രണ്ട് അവനോട് പറയുന്നുണ്ട്. ഈ സമയത്ത് തന്നെയാണ് ഹീറോയുടെ അമ്മ ഹീറോയെ കാണാനായി അവൻ എങ്ങനെ ഉണ്ടെന്ന് അറിയാനായി അവിടേക്ക് വരുന്നത്. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ ഫ്രണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോ അവരുടെ അടുത്ത് വളരെയധികം പരുഷമായി തന്നെ ചോദിക്കുന്നുണ്ട് എന്നെ എന്തിനാ നിങ്ങൾ ഇവിടെ കാണാൻ വന്നേ എന്ന്, എൻ്റെ മകൻ ഇങ്ങനെ വയ്യാതെ കിടക്കുമ്പോൾ എനിക്ക് നിന്നെ എങ്ങനെ വന്ന് കാണാതിരിക്കാനും ആവും എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്.
ചോദിക്കുന്നുണ്ട്. ആ സ്ത്രീയും അവനോട് പറയുന്നുണ്ട്, ഇത്രയധികം പരുഷമായ വാക്കുകൾ നീ ഒരിക്കൽ പോലും എന്നോട് പറഞ്ഞിട്ടില്ല എന്ന്. ഇതിനെല്ലാം കാരണം ആ നാൻസിയാണെന്ന് അവർ പറയുന്നുണ്ട്. അവർ ചെയ്തു കൂട്ടിയ പ്രവൃത്തിയിൽ അവർക്ക് യാതൊരു കുറ്റബോധവുമില്ലായിരുന്നു. മറിച്ച് അവർ ഹീറോയിനെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അമ്മയുടെ ഈ രീതിയിലുള്ള സംസാരം ഹീറോയെ വല്ലാതെ അലോസരപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ദേഷ്യത്തോടെ തന്നെ അവൻ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുന്നുണ്ട്. എന്നാൽ അവനെ തടഞ്ഞിട്ട്, താങ്ങിന്റെ ഹൃദയം മാത്രമേ നിനക്ക് സ്യൂട്ടബിൾ ആയിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്, ഇതെല്ലാം നിനക്ക് വേണ്ടിയിട്ടാണ് ചെയ്തേ എന്ന് അവർ പറയുമ്പോൾ, നിങ്ങൾ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല ഇത് ചെയ്തത്, എന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് തന്നെ ഹീറോ തുറന്നു പറയുന്നുണ്ട്. നീയും എന്നെ സംസാരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് തന്നെ ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവനാവട്ടെ അവിടെ നിന്ന് നേരെ ഒരു ബാറിലേക്ക് പോയി ഒരുപാട് മദ്യപിക്കുന്നുണ്ട്. ഈ സമയത്ത് അവന്റെ അടുത്തൊരു പെൺകുട്ടി വന്നിരുന്നിട്ട്, ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് മദ്യപിക്കുന്നത് ബോറടിപ്പിക്കത്തില്ലേ, ഞാനും കൂടി ജോയിൻ ചെയ്യട്ടോ എന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. അതൊന്നും വേണ്ട, ചിലപ്പോൾ തന്റെ വൈഫ് ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ അവൾ തീരെ അപ്സെറ്റ് ആവുമെന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ വൈഫിനെ നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ അവനും പറയുന്നുണ്ട്, അങ്ങനെയാണോ, പക്ഷേ എൻ്റെ വൈഫ് മാത്രം അത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന്. രാത്രിയിലെ ഹീറോ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അവനാവട്ടെ ലിൻവിയുമായി അവളിങ്ങനെ അടുപ്പം കാണിക്കുന്നത് തീരെ ഇഷ്ടമല്ല എന്ന് അവൻ പറയുമ്പോൾ, അവനെ വേദനിപ്പിക്കാനായി അവന് ഇഷ്ടമല്ലാത്ത പ്രവൃത്തികൾ തന്നെ താൻ ചെയ്യത്തുള്ളൂ എന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ ദേഷ്യത്തോടെ തന്നെ മുഴുവൻ ലിൻ ഫാമിലിയും താൻ നശിപ്പിച്ചു കളയുമെന്ന് പറയുന്നു. എന്നാൽ പിന്നെ താൻ മറ്റൊരാളെ കണ്ടുപിടിക്കുമെന്നും ഹീറോയിൻ പറയുന്നുണ്ട്. എന്നെ എതിർത്ത് അങ്ങനെ ചെയ്യാനുള്ള ധൈര്യം അവൾക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, തനിക്ക് അങ്ങനെ ഒരു ധൈര്യം ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ അറിഞ്ഞോ എന്ന് അവളും പറയുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ ആവട്ടെ അവളെ കിസ് ചെയ്ത് അവളുടെ കൂടെ ഇന്റിമേറ്റ് ആയിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശരീരം കൊണ്ട് അവനെ എതിർക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി അവളാവട്ടെ മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് അവനെ വേദനിപ്പിക്കാൻ തന്നെ തീരുമാനിക്കുന്നു. അവളാവട്ടെ, നീ നിന്റെ ഗേൾഫ്രണ്ടിനെ കുറിച്ച് ഇപ്പോൾ ഓർക്കാറില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഹീറോ ഒന്ന് സ്റ്റക്ക് ആവുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ജിയാങ്ങിനെ ഞാൻ സ്വപ്നം കണ്ടിരുന്നു, അവനവിടെ എന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിന്റെ ഗേൾഫ്രണ്ട് നിന്റെ സ്വപ്നത്തിൽ വരാറില്ലേ എന്ന് അവൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് തന്നെ അവളുടെ അടുത്ത് നിന്ന് പിന്മാറുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അവൾ നിന്റെ സ്വപ്നത്തിലൊന്നും ഇപ്പോൾ വരാറില്ലെന്നാണ്. കാരണം അവൾക്കിപ്പോൾ മനസ്സിലായി കാണും, നിന്റെ ഹൃദയത്തിൽ ഇപ്പോൾ അവൾ ഇല്ലെന്നും അവളോട് യാതൊരു സ്നേഹവും ഇല്ലെന്നും. അതുമാത്രമല്ല, നീ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായി കാണുമോ. ഇതൊക്കെ കേട്ടപ്പോൾ ഹീറോയ്ക്കാണെങ്കിൽ വല്ലാത്ത നെഞ്ചുവേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അവൾക്ക് മനസ്സിലായി കാണും, അവളുടെ ജീവൻ ഇങ്ങനെ പോയതിന് കാരണം തന്നെ അവന്റെ ജീവൻ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുമെന്ന്. നിന്നെ കണ്ടുമുട്ടിയപ്പോൾ അവൾ ചിലപ്പോൾ കരുതി കാണും അവളുടെ ജീവിതത്തിലെ ട്രൂ ലവ് ആയിരിക്കും നീ എന്ന്. പക്ഷെ ഇപ്പോൾ അവൾക്ക് മനസ്സിലായി കാണും അവളുടെ ജീവൻ തന്നെ പോയതിന്റെ കാരണം നീ തന്നെയാണെന്ന്. അവളുടെ ഈ പരുഷമായ വാക്കുകളൊക്കെ കേട്ടിട്ട് ഹീറോയ്ക്ക് ആവട്ടെ ഭയങ്കരമായ വേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അവനാവട്ടെ അവളുടെ കൂടെ സംസാരം നിർത്താനും ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അതൊക്കെ അവഗണിച്ച് അവൾ വീണ്ടും സംസാരം തുടരുന്നുണ്ട്. അവന്റെ അമ്മയും അതുപോലെ അവന്റെ സഹോദരിയും അവന് വേണ്ടിയിട്ടാണ് അവളെ കൊന്നുകളഞ്ഞേ എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ ഹീറോയുടെ വേദന അതികഠിനമാവുന്നുണ്ട്. അവളാവട്ടെ അവൻ്റെ അടുത്തേക്ക് ഇരുന്നതിന് ശേഷം അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ നിനക്ക് എങ്ങനെയുണ്ട്, നല്ല വേദനയുണ്ടോ എന്ന്. നീ അതിന് അർഹനാണെന്ന് പറഞ്ഞിട്ട് തന്നെ അവൻ കയ്യിൽ ധരിപ്പിച്ചിരുന്ന ബ്രേസ്ലെറ്റ് ഊരി അവൻ്റെ ദേഹത്തേക്ക് തന്നെ ഇട്ടിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവനാവട്ടെ വേദന സഹിക്കവയ്യാതെ നിലത്തേക്ക് കിടക്കുന്നുണ്ട്. ഹീറോയിൻ അവനെ അവഗണിച്ച് തന്നെ അവിടെ നിന്ന് പോകുന്നു. താൻഷിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചോ എന്ന് ഹീറോയിൻ ലിൻവിയെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. പോലീസ് അവളെ അന്വേഷിക്കുകയായിരുന്നെന്നും പക്ഷേ നമ്മുടെ ആൾക്കാർ പോലീസ് അവളെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ കണ്ടെത്തിയെന്നും പറയുന്നുണ്ട്. അവളെ കണ്ടെത്തിയ വിവരം പോലീസിനെ ഇൻഫോം ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഹീറോയിൻ വേണ്ട, നമുക്ക് ഒന്നും കൂടി ആലോചിച്ചിട്ട് വേണ്ട വിധം തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഹീറോയുടെ അമ്മ അവളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരുന്നു. എന്താ വന്നതിന്റെ ഉദ്ദേശം എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ജംഗ്ഷൻ ഇപ്പോഴും അധികമായ നെഞ്ചുവേദന മൂലം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്, അതിന് കാരണക്കാരി നീയാണോ എന്ന് അവർ അവളോട് ചോദിക്കുന്നുണ്ട്. അതെ, ഞാൻ തന്നെയാണ് കാരണക്കാരി, നിങ്ങൾക്ക് എന്നെ ഇപ്പോൾ യാതൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് തന്നെ ഹീറോയിൻ പറയുന്നുണ്ട്. ഇത്രയും നാളും നിന്നെ ഉപദ്രവിച്ചതിനും ദ്രോഹിച്ചതിനുമെല്ലാം ഞാൻ നിന്നോട് ക്ഷമയാചിക്കാം, പക്ഷേ എൻ്റെ മകനെ വെറുതെ വിട്ടുകൂടെ എന്ന് അവളുടെ അടുത്ത് അവർ ചോദിക്കുന്നുണ്ട്. ഞാനൊരു കോംപ്രമൈസിന് ഒരുക്കമാണ്, നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിച്ചാൽ മാത്രം മതിയാവും, ഭാവിയിൽ നിങ്ങളുടെ ഇടയിലേക്ക് ഒരു പ്രശ്നവുമായി താൻ വരില്ല എന്ന് തന്നെ ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ഹീറോയിൻ അവരോട് ഒരു രീതിയിലും ക്ഷമിക്കാൻ തയ്യാറല്ലായിരുന്നു. അവർ തീർത്തും വേദനകൾ അനുഭവിക്കുന്നത് കാണണമെന്ന് പറഞ്ഞിട്ട് തന്നെ അവൾ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുന്നുണ്ട്. തൻ്റെ മകനെ വെറുതെ വിടണമെന്നും താൻ ചെയ്ത തെറ്റിന് തന്നെ ശിക്ഷിച്ചോളാനും അവളോട് അവർ ആവശ്യപ്പെടുന്നുണ്ട്. നിന്റെ ബോയ് ഫ്രണ്ടിന്റെ പ്രസൻസ് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത് തന്നെ ജംഗ്ഷനിലൂടെയല്ലേ, നിനക്ക് അവനെ ഹർട്ട് ചെയ്യാതിരുന്നൂടെ? നീയായിട്ട് തന്നെ നിന്റെ ബോയ് ഫ്രണ്ടിന്റെ ഹൃദയം കൂടി നശിപ്പിച്ച് കളയുകയാണോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. എല്ലാം എൻ്റെ ഭാഗത്തെ തെറ്റാണ്, ഞാനാണ് തെറ്റുകാരി, എന്നെ നീ ശിക്ഷിച്ചോ എന്നവർ പറയുന്നുണ്ടെങ്കിലും ഹീറോയിന് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ടെങ്കിലും അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അവർ തീർച്ചയായും അനുഭവിക്കണമെന്ന് തന്നെ അവൾ മനസ്സിലുറപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ലിൻവിയെ വിളിക്കുന്നു. താങ്ഷിയെ പോലീസിന് കൈമാറുന്നതിന് മുമ്പ് തന്നെ അവളുമായിട്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണമെന്ന് അവൾ അവനോട് ആവശ്യപ്പെടുന്നുണ്ട്.
ഹീറോ ആണെങ്കിൽ ഈ ടൈമിലൊക്കെ ഹോസ്പിറ്റലിലായിരുന്നു. അവന്റെ ഹെൽത്ത് ഒക്കെ ഒന്ന് ഓക്കെ ആയി വരുന്നേ ഉള്ളൂ. ഓഫീസിലെ അർജന്റ് ഫയലൊക്കെ അവൻ സൈൻ ചെയ്ത് പുതിയ അസിസ്റ്റന്റിനെ ഏൽപ്പിക്കുന്നുണ്ട്. ഈ സമയത്താണ് ഹീറോയുടെ ഫ്രണ്ട് അവിടേക്ക് വരുന്നത്. ഇത്ര ധൃതിയിൽ അവിടേക്ക് വന്ന എന്തിനാണെന്ന് ഹീറോ തിരക്കുന്നുമുണ്ട്. അത് പിന്നെ നിന്റെ അമ്മ എന്ന് പറയുമ്പോൾ തന്നെ ഹീറോ ചോദിക്കുന്നുണ്ട്, എന്താ അവർ പുതിയ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാക്കിയോന്ന്. അവർക്കൊരു കാർ അപകടം സംഭവിക്കുകയും ആ സ്പോട്ടിൽ തന്നെ അവർ മരിക്കുകയും ചെയ്തു എന്ന് ഫ്രണ്ട് പറയുന്നുണ്ട്. ഇത് കേട്ട ഹീറോ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. അവിടെ നിന്ന് ഹീറോ ആവട്ടെ അവന്റെ അമ്മയുടെ ബോഡി കാണാനായി പോകുന്നു. നിന്റെ അമ്മയെ കാർ അപകടത്തിൽ പെടുത്തി കൊല്ലാൻ ശ്രമിച്ചത് താങ്ഷിയാണെന്ന് ഇപ്പോൾ പോലീസ് ഇൻഫോം ചെയ്തിരുന്നു എന്ന് ഫ്രണ്ട് പറയുന്നുണ്ട്. ലിൻവി ആവട്ടെ ഈ സമയത്ത് ഹീറോയിനെ വിളിച്ചിട്ട് ഹീറോയുടെ അമ്മയെ കൊലപ്പെടുത്തിയത് താങ്ഷിയാണെന്ന് പറയുന്നുണ്ട്. ഹീറോയിൻ ഈ സമയത്ത് പറയുന്നുണ്ട്, അവർ തമ്മിൽ ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്നേ കരുതിയുള്ളൂ, പക്ഷെ അവൾ അവരെ കൊല്ലുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഇത് കർമ്മയാണെന്ന് പറഞ്ഞ് തന്നെ അവൾ കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് ഹീറോ അവിടേക്ക് വന്ന് അവളെ പിടിച്ചു നിർത്തി തന്റെ അമ്മയുടെ മരണത്തിന് അവൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് തിരക്കുന്നത്. അതെങ്ങനെ പോസിബിൾ ആവുമെന്ന് അവൾ ചിരിച്ചുകൊണ്ട് തന്നെ അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഹീറോയിന്റെയും ലിൻവിയുടെയും കസ്റ്റഡിയിലായിരുന്നല്ലോ താങ്ഷി. ഹീറോയിൻ ആവട്ടെ അവളുടെ ഫോണിലുണ്ടായിരുന്ന ഹീറോയുടെ അമ്മയുടെ ഒരു ഫോൺ സംഭാഷണം കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ കാർ അപകടം താങ്ഷിയാണ് നടത്തിയതെന്നും അല്ലാതെ തനിക്ക് ഇതിന്റെ പിന്നിൽ ഒരു റോളുമില്ല എന്നും അവർ പറയുന്നുണ്ട്. എന്റെ കൈകളിൽ ഒരു കറയുമില്ല, അവളാണ് കുറ്റം ചെയ്തിരിക്കുന്നത്, തീർച്ചയായും അവൾ തന്നെയായിരിക്കും പിടിക്കപ്പെടാനും പോകുന്നേ എന്ന് അവർ പറയുന്നുണ്ട്. അതുമാത്രമല്ല ജിങ്ഷന്റെ വൈഫൈ അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല. പിന്നെ ജിങ്ഷൻ അങ്ങനെ വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ അതിനും അനുവദിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് താങ്ഷി ആവട്ടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാവുന്നുണ്ട്. അവളാവട്ടെ ജിങ്ഷനെ കണ്ട് സത്യങ്ങളെല്ലാം അവനോട് പറയുമെന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നുണ്ട്. ഹീറോയിൻ തന്നെയാണ് താങ്ഷിയെ അവിടെ നിന്ന് മോചിതയാക്കി ഹീറോയുടെ അമ്മയെ കാണാനായി അയക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഹീറോ ആവട്ടെ നീ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്തതല്ലേ എന്ന് അവളടുത്ത് ചോദിക്കുന്നുണ്ട്. നിന്റെ അമ്മ ചെയ്തതിന്റെ കൂലി തന്നെ അവർക്ക് കിട്ടി, അവരുടെ പാപത്തിന്റെ ഫലം നിനക്കും കിട്ടിയിരിക്കും, അത്രേ ഉള്ളൂ എന്ന് ചിരിച്ചുകൊണ്ട് തന്നെ അവൾ പറയുന്നുണ്ട്. അവനാവട്ടെ അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് ഞാൻ നിന്നെ കൊല്ലുമെന്നുള്ള പേടി നിനക്കില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ നീ എന്നെ കൊന്നു എന്ന് തന്നെ അവളും പറയുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് അവന് വീണ്ടും നെഞ്ചുവേദന അനുഭവപ്പെടുന്നുണ്ട്. എന്തു പറ്റിയെന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, എന്റെ ഉള്ളിലുള്ള ജിയാങ്ങിന്റെ ഹൃദയമാണ് നിന്നെ ഇത്രത്തോളം പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന്. ഈ ടൈമിൽ ഹീറോയ്ക്ക് ഒരു ഫോൺ കോള് വരുന്നുണ്ട്. ജിയാങ്ങിന്റെ മുത്തശ്ശിക്ക് തീരെ വയ്യാതെ ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് പറഞ്ഞുകൊണ്ടുള്ള കോളായിരുന്നു അത്. അങ്ങനെ അവരിരുവരും കൂടി മുത്തശ്ശിയെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അവരുടെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് ഹീറോ അന്വേഷിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, മുത്തശ്ശിയുടെ കണ്ടീഷൻ വളരെ മോശമാണെന്നും അതുകൂടാതെ ഇന്ന് താഴേക്ക് വീഴുകയും ചെയ്തു, അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്താലും പ്രത്യേകിച്ച് ഗുണമൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ടൊരു സർജറിയെ കുറിച്ച് ആലോചിച്ചൂടാ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഈ പ്രായത്തില് സർജറിയൊക്കെ വളരെ പാടാണ്, അതുമാത്രമല്ല റിക്കവറിയും അസാധ്യമാണ്. മുത്തശ്ശി ഞാൻ നാൻസിയ, എഴുന്നേക്കെന്ന് അവൾ പറയുമ്പോൾ തന്നെ മുത്തശ്ശി കണ്ണുകൾ തുറക്കുന്നുണ്ട്. നീ എന്നെ കാണാൻ വന്നല്ലോ എന്ന് അവർ സന്തോഷത്തോടെ പറയുന്നുണ്ട്. ജിങ്ഷനും കൂടെ വന്നിട്ടുണ്ടോ, വളരെ സന്തോഷമെന്ന് തന്നെ അവർ പറയുന്നുണ്ട്. ജിങ്ഷൻ ഈ സമയത്ത് പറയുന്നുണ്ട്, മുത്തശ്ശി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, മുത്തശ്ശിയെ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് മെഡിക്കൽ ടീമിനെ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്ന്. എനിക്കറിയാം ജിങ്ഷൻ നിങ്ങൾ എന്നെ നന്നായി തന്നെ കെയർ ചെയ്ത് നോക്കുമെന്ന്, പക്ഷെ ഞാൻ ഒരുപാട് വയസ്സായി, ഇനി എന്നെ ഒന്നിനും കൊള്ളില്ല, എനിക്ക് ആകെയുള്ള വിഷമം നാൻസിയെ വിട്ടുപിരിയുന്നതിലാണെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. ഇത് കേട്ട ഹീറോയിനാവട്ടെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് ജിങ്ഷനോട് അവർ വീണ്ടും പറയുന്നുണ്ട്, ഭാവിയിൽ ഞാൻ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഹീറോയിനെ ഒന്ന് കെയർ ചെയ്യാമോ എന്ന്. അവളെ സംരക്ഷിക്കാൻ അവൾക്ക് കുടുംബമോ മറ്റാരോ ഇല്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് അവളെ കൂടി ഒന്ന് നോക്കിക്കോണേ എന്ന് അവർ പറയുന്നുണ്ട്. മോളെ നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്, ഞാൻ ജിയാങ്ങിനെ കാണാൻ പോവുകയല്ലേ, ജിയാങ് അല്ലായിരുന്നോ എൻ്റെ ഒരേ ഒരു കൊച്ചുമകൻ, അവൻ എന്നെ വിട്ടുപോയതിനു ശേഷം എൻ്റെ ജീവിതത്തിന് യാതൊരു അർത്ഥവും ഇല്ലായിരുന്നു. ഹീറോ ആവട്ടെ ഈ സമയത്ത് മുത്തശ്ശി എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നുണ്ട്. നീ എന്തിനാണ് എന്നോട് ക്ഷമ പറയുന്നത്, ജിയാങ് കാർ അപകടത്തിലല്ലേ മരിക്കുന്നത്, നീ നിന്നെ തന്നെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് നിന്നോട് നന്ദിയേ ഉള്ളൂ, ജിയാങ് ഈ ലോകത്ത് നിന്നിലൂടെയാണ് ജീവിക്കുന്നത്, നീ നിന്റെ ശരീരം നന്നായി തന്നെ ശ്രദ്ധിക്കണം, അതുപോലെ നാൻസി നീയും നന്നായി തന്നെ ജീവിക്കണമെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ജീവൻ ഈ ലോകം വിട്ടു പോകുന്നുണ്ട്. മുത്തശ്ശി മുത്തശ്ശി എന്ന് പറഞ്ഞ് ഹീറോയിൻ ഒരുപാട് തവണ വിളിക്കുന്നുണ്ട്. ഹീറോയിൻ വല്ലാതെ പരിഭ്രാന്തനാവുന്നുണ്ട്. ഡോക്ടർ ഒന്ന് നോക്കൂ എന്ന് ഡോക്ടറിനോട് പറയുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ അവരുടെ നെഞ്ചിലേക്ക് ചാരി ഒരുപാട് പൊട്ടിക്കരയുന്നുണ്ട്. ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ഹീറോയിൻ ആവട്ടെ ഹീറോ എടുത്ത് പറയുന്നുണ്ട്, അവർ പോയി എന്ന്. അവരിങ്ങനെ ഒരു വേദനയാർന്ന മരണം അനുഭവിച്ച് മരിക്കേണ്ടി വന്നതിന്റെ കാരണം ഫാമിലിയാണ്. നീ എന്തുകൊണ്ടാണ് അവരോട് സത്യങ്ങൾ തുറന്നു പറയാതിരുന്നത്, ആ സത്യങ്ങളൊക്കെ അറിയാനുള്ള എല്ലാ റൈറ്റ്സും അവർക്കുണ്ടായിരുന്നുണ്ടല്ലോ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ എന്തിനാണ് ഈ സത്യങ്ങളൊക്കെ അവരോട് പറയുന്നത്, അവർ ഒരുപാട് വേദന അനുഭവിക്കേണ്ടി വന്നേനെ, അതുകൊണ്ടാണ് പറയാതിരുന്നതെന്ന് അവൾ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്താണ് നമുക്ക് ഡിവോഴ്സ് ചെയ്യാമെന്ന് ഹീറോ പറയുന്നത്. ഇത് കേട്ടെ അവള് ഷോക്ക് ആവുന്നുണ്ട്. ഇന്ന് എന്നെ ഡിവോഴ്സ് ചെയ്യാം, ഞാൻ നിന്നെ ഫ്രീ ആക്കി വിടുവാണെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇത് ഹീറോയിനെ വല്ലാതെ
വേദനപ്പെടുത്തിയിരുന്നു. ഈ ടൈമിൽ എന്നെ ഹീറോയുടെ അസിസ്റ്റന്റ് ആവട്ടെ അവളുടെ അടുത്ത് ചെന്നിട്ട് തന്നെ എങ്ങനെയെങ്കിലും എ ഗ്രൂപ്പിലേക്ക് വീണ്ടും തിരിച്ചെടുക്കാൻ ഹീറോ അടുത്ത് ഒന്ന് പറയണമെന്ന് പറഞ്ഞ് അവളോട് അപേക്ഷിക്കുന്നുണ്ട്. ഹീറോയിൻ ഈ സമയത്ത് പറയുന്നുണ്ട്, ഈ വിധി നീ തന്നെ വരുത്തി വെച്ചതാണ്, നിനക്കെന്തായാലും മറ്റു കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. താങ്ഷിയും അതുപോലെ തന്നെ ഹീറോയുടെ അമ്മയും അങ്ങനെയൊന്നുമല്ല മേഡം കാര്യങ്ങള്. അവർ പറഞ്ഞത് ഞാൻ അനുസരിച്ചെന്ന് മാത്രമല്ലേ ഉള്ളൂ. ഞാൻ അവിടുത്തെ വെറും ഒരു ജോലിക്കാരനല്ലേ എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. അതുമാത്രമല്ല ഒരുപാട് കടക്കണിയിലാണ് താനിപ്പോൾ നിൽക്കുന്നത്. എ ഗ്രൂപ്പിലേക്ക് തിരിച്ചെത്തിയില്ലെങ്കിൽ ആ കടങ്ങളൊന്നും തന്നെ കൊണ്ട് തിരിച്ചടയ്ക്കാനും സാധിക്കില്ല എന്ന് പറയുന്നു. അയാളാവട്ടെ അവളുടെ കാൽക്കലിരുന്ന് കെഞ്ചുന്നുണ്ട്, എങ്ങനെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്നും സാറിന്റെ കൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, നിങ്ങൾ പറയുന്നത് എന്തായാലും സാറ് കേൾക്കുമെന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവളും പറയുന്നുണ്ട്, ഞാനും ജംഗ്ഷനും ഡിവോഴ്സായി, ഒരു കാരണവശാലും അവൻ ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ പോകുന്നില്ല. ഇനി ഞാൻ പറഞ്ഞത് അവൻ കേട്ടാലും ഒരു കാരണവശാലും നിനക്ക് വേണ്ടി ഒരു കാര്യം പോലും ഞാൻ ചോദിക്കില്ല എന്നും പറയുന്നുണ്ട്. നാൻസിയോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ അയാളാവട്ടെ അവളെ ഒരു ക്ലോറോഫോം തുണി ഉപയോഗിച്ച് മയക്കിയതിനു ശേഷം അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. അവളെ വെച്ച് ഹീറോ എടുത്ത് വിലപേശെന്നാണ് അവൻ കരുതിയിരിക്കുന്നത്. ഹീറോ ആവട്ടെ ഹീറോയിനെ കുറിച്ച് ഓർത്ത് ഒരുപാട് ഫീൽ ചെയ്ത് മദ്യപിക്കുന്നുണ്ട്. അവൾ അവനെ ഒരിക്കലും വിട്ടുപോകില്ല എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഈ സമയത്ത് ഹീറോയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ അവളെ കിസ് ചെയ്തതും ഒക്കെ അവൻ ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം അവൻ തന്നെ പറയുന്നുണ്ട് അവളൊരു കള്ളിയാണെന്ന്. വേറൊന്നും കൊണ്ടല്ല ഹീറോ അങ്ങനെ പറഞ്ഞത്, അവനോടൊപ്പം ജീവിതകാലം മുഴുവൻ അവൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അവനെ തനിച്ചാക്കില്ലേ. ഡിവോഴ്സ് വേണമെന്ന് ഹീറോ പറഞ്ഞിട്ടും അവൾ എതിർത്തൊരു വാക്കുപോലും പറഞ്ഞിരുന്നില്ലല്ലോ. ഈ സമയത്താണ് ഹീറോയുടെ ബോഡി ഗാർഡിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് അവിടേക്ക് അതിക്രമിച്ച് ലിൻവി കയറി വരുന്നത്. ഹീറോ അടുത്ത് ലിന്നി ചോദിക്കുന്നുണ്ട്, നീ എവിടെയാണ് നാൻസിയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന്. ഹീറോ അതിന് മറുപടിയും പറയുന്നുണ്ട്, അവൾ ഓൾറെഡി എ ഫാമിലി വിട്ടുപോയതാണ്, പിന്നെ തന്നെ അവളെ കുറിച്ച് എന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നേന്ന്. നീ എന്നെ ഫൂളാക്കാനൊന്നും നോക്കണ്ട, ഞാൻ അവളുടെ ഫോണിൽ വിളിച്ചപ്പോൾ നോട്ട് റീച്ചബിൾ എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇനിയെങ്കിലും സത്യം പറ എന്ന് പറഞ്ഞ് ലിൻവി അവനെ വീണ്ടും ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ഹീറോ വളരെയധികം ദേഷ്യത്തോടെ തന്നെ അവനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് അവസാനമായി പറയുകയാണ്, ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്തു, ഇനി അവളുടെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് അന്വേഷിക്കരുത്. ഇനി അവള് നീ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമേ ഉള്ളൂ, അവൾക്ക് നിന്നോട് സംസാരിക്കാനോ കാണാനോ താല്പര്യമില്ല എന്ന് തന്നെ ഹീറോ പറയുന്നുണ്ട്. ലിന്ന ആവട്ടെ വളരെയധികം ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട്, നിന്നെ ഞാനെങ്ങനെ വിശ്വസിക്കും, നാൻസിയെ കൈമാറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ എ ഫാമിലി മുഴുവൻ താൻ നശിപ്പിക്കുമെന്ന് പറയുമ്പോൾ ഹീറോ പറയുന്നുണ്ടെങ്കിൽ പിന്നെ നീ ഒന്ന് ചെയ്തു നോക്കാൻ. അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ലിൻവി തല്ലി തകർക്കാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെയാണ് ഹീറോയെ അവന്റെ അസിസ്റ്റന്റ് വിളിക്കുന്നത്. ഹീറോ അടുത്തവൻ പറയുന്നുണ്ട്, നിങ്ങളുടെ വൈഫിനെ ഞാൻ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്, അവരെ ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യണമെന്ന്. ഓ, നീയാണോ അവളെ കിഡ്നാപ്പ് ചെയ്തത്? കിഡ്നാപ്പ് ചെയ്ത സമയത്തെ അവള് പറഞ്ഞു കാണുമല്ലോ, ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആയതാണ്, അവളുടെ ഒരു കാര്യത്തിലും എനിക്ക് ഇടപെടേണ്ട കാര്യമില്ല, അതുമാത്രമല്ല എന്റെ അമ്മയുടെ മരണത്തിനും അവളാണ് ഉത്തരവാദി. എന്തായാലും നിന്നോട് എനിക്ക് നന്ദിയുണ്ട്, ഞാൻ ചെയ്യേണ്ട കാര്യമാണ് നീ ചെയ്തത്, എന്തായാലും എന്റെ റിവെഞ്ച് നീ തന്നെ ചെയ്ത് തീർത്തോ. എന്നിരുന്നാലും ഞാനിപ്പോൾ പോലീസിനെ വിളിക്കാൻ പോവുകയാണ്, പോലീസ് ഇപ്പോൾ തന്നെ അവിടെ എത്തുമെന്ന് ഹീറോ പറയുന്നുണ്ട്. ഓ അങ്ങനെയാണോ, എങ്കിൽ പിന്നെ ഞാൻ എന്റെ പ്ലാൻ അങ്ങ് ചേഞ്ച് ചെയ്തു. നിങ്ങൾ ഇവളെ കുറിച്ച് ഓർത്ത് കെയർ ചെയ്യുന്നില്ലല്ലോ, എന്തായാലും ഞാൻ ഇവളെ കൊല്ലുന്നില്ല, പകരം മിസ്സസ് ജംഗ്ഷൻ കാണാൻ എങ്ങനെയാണെന്ന് എനിക്കറിയണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവളുടെ അടുത്തേക്ക് അവൻ മോശമായ രീതിയിലേക്ക് ചെല്ലുന്നുണ്ട്. അവളാവട്ടെ അതിനെ എതിർക്കുന്നുമുണ്ട്. എന്നെ തുടരുതെന്ന് തന്നെ ഹീറോയും പറയുന്നുണ്ട്. നീ എന്താ ചെയ്യുന്നേന്ന് ഹീറോ ഫോണിലൂടെ ചോദിക്കുന്നുണ്ട്. ഓ, നിങ്ങൾ വളരെ നെർവസ് ആയെന്ന് തോന്നിയല്ലോ. അവളെ തൊട്ടുപോരെന്ന് പറഞ്ഞിട്ട് ഹീറോ കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ലിൻവിയും ചോദിക്കുന്നുണ്ട്, ആരാണ് ഹീറോയിനെ കിഡ്നാപ്പ് ചെയ്തതെന്ന്. അവനൊന്നും പറയാതെ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും ലിൻവി വീണ്ടും അവനെ തടയുന്നുണ്ട്. ആരാണ് നാൻസിയെ കടത്തിക്കൊണ്ട് പോയത്, അതിനുള്ള മറുപടി പറയാമെന്ന് പറയുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, എന്റെ പഴയ സെക്രട്ടറി ആണെന്ന്. അതിനുശേഷം രണ്ടുപേരും ഹീറോയിനെ അന്വേഷിച്ച് കാറിൽ കയറി അവിടെ നിന്ന് പോകുന്നുണ്ട്. അസിസ്റ്റന്റ് ഈ സമയത്ത് അവളോട് പറയുന്നുണ്ട്, ജിങ്ഷൻ നിന്നെ കുറിച്ചോർത്ത് വല്ലാതെ കെയർ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ എപ്പോഴും കരുതിയിരുന്നു. അവന് നിന്നോട് നേരത്തെ തന്നെ സ്പെഷ്യൽ ഫീലിങ്സ് ഉണ്ടെന്ന്. നിനക്ക് ശരിക്കും എന്താണ് വേണ്ടതെന്ന് അവള് ചോദിക്കുമ്പോൾ എനിക്ക് പണം മാത്രം മതി, നീ റിലാക്സ് ആയിട്ടിരിക്കുന്നതന്നെ അവളുടെ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ പണം കിട്ടിക്കഴിഞ്ഞാൽ നീ എന്നെ ഇവിടെ നിന്ന് വിട്ടയക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതത്ര എളുപ്പമൊന്നുമല്ല, നീ ഒരു പണം കഴിക്കുന്ന മരമാണ്, നീ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ജിങ്ഷൻ ഞാൻ ചോദിക്കുന്ന എന്ത് വേണമെങ്കിലും തരും, മരിക്കുന്നോടം വരെ എനിക്ക് സുഖമായി ജീവിക്കുകയും ചെയ്യാമെന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെയാണ് ഹീറോയും ലിൻവിയും അവിടേക്ക് വരുന്നത്. അടുത്തേക്ക് വരരുതെന്ന് പറഞ്ഞ് ഹീറോയുടെ അസിസ്റ്റന്റ് ആവട്ടെ ഉടനടി ഹീറോയിന്റെ കഴുത്തിലേക്ക് കത്തി വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പണം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ സമയത്താണ് ലിൻവി പിന്നിൽ നിന്ന് പണപ്പെട്ടിയുമായി വരുന്നത്. ലിൻവിയെ കണ്ട് അസിസ്റ്റന്റ് ആവട്ടെ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. ഹീറോ അടുത്ത് മാത്രം തനിച്ച് വരാനല്ലേ പറഞ്ഞിരുന്നേ എന്ന് അസിസ്റ്റന്റ് ചോദിക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യാനാ, നീ എന്നെ വിളിച്ച സമയത്ത് ലിൻവി എന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു, അപ്പോൾ അവനും എന്റെ കൂടെ ചാടി പുറപ്പെട്ടയാണെന്ന് പറയുന്നത് കേട്ടപ്പോൾ ലിൻവി പറയുന്നുണ്ട്, ഹീറോയിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്ക് പിന്നെ അങ്ങനെ മനസ്സമാധാനത്തോടെ അവിടെ നിൽക്കാൻ സാധിക്കുമെന്ന് ഹീറോ ഉടനടി ദേഷ്യത്തോടെ പറയുന്നുണ്ട്.
അവൾ എന്റെ ഭാര്യയാണ്, നീ അവളെ കുറിച്ച് ഓർത്ത് ഇത്ര കെയർ ചെയ്യണ്ട എന്ന്. ഈ സമയത്ത് ലിൻവിയും പറയുന്നുണ്ട്, നിങ്ങൾ ഡിവോഴ്സ് ആവാൻ പോവുകയല്ലേ, ഡിവോഴ്സ് ഇതുവരെ ആയിട്ടില്ലല്ലോ, അതുവരെ അവൾ എന്റെ ഭാര്യ തന്നെയാണ്. ഞാനിപ്പോൾ എന്റെ മനസ്സ് മാറ്റി, അവളെ ഇനി ഡിവോഴ്സ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ, നീ ഒരാണല്ലേ, പറഞ്ഞ വാക്ക് പാലിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കില്ലേ എന്നൊക്കെ ലിൻവിയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, നിനക്കും തീരെ നാണമില്ലേ, ഒരു മാരീഡായ വുമണിനെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നോ? എന്തായാലും ഞാൻ നിന്നെ പോലല്ല, അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവൾ ജീവിക്കട്ടെ, എനിക്ക് അവളെ ഇഷ്ടം തന്നെയാണ്, പക്ഷെ ഞാൻ ഒരിക്കലും അവളെ ഫോഴ്സ് ചെയ്യില്ല എന്ന് തന്നെ അവനും പറയുന്നുണ്ട്. ഈ സമയത്ത് അസിസ്റ്റന്റ് അവരുടെ തർക്കം മൂർച്ഛിക്കുന്നത് കണ്ടിട്ട് തന്നെ ഇടയിൽ കയറുന്നുണ്ട്. രണ്ടുപേരിൽ ആരെങ്കിലും ഇനി ഒരു അക്ഷരമെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ഹീറോയിനെ കൊന്നു കളയുമെന്ന് അവൻ പറയുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ പറയുന്നുണ്ട്, അവളെ കൊന്നു കഴിഞ്ഞാൽ നിനക്ക് തീർച്ചയായും പണം കിട്ടാൻ പോകുന്നില്ല, പണവുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ശരിക്കും ഹീറോയുടെ അസിസ്റ്റന്റിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും അവിടെ വെച്ച് മനഃപൂർവ്വം വഴക്കിടുകയായിരുന്നു. പണപ്പെട്ടി ഇപ്പോൾ തന്നെ താഴേക്ക് നിരക്കി ഇട്ടു തന്നില്ല എന്നുണ്ടെങ്കിൽ ഹീറോയിന്റെ മുഖം ഇഞ്ചിഞ്ചായി കീറി മുറിക്കുമെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അസിസ്റ്റന്റ് അവളുടെ നേർക്ക് കത്തിവെക്കുന്നുണ്ട്. ലിൻവി ഈ സമയത്ത് പറയുന്നുണ്ട്, പണം ഞാൻ ഇപ്പോൾ തന്നെ തരാമെന്ന്. എന്നാൽ ഹീറോ അവനെ തടയുന്നുണ്ട്. ആദ്യം ഹീറോയിനെ വിട്ടു തന്നാൽ മാത്രമേ പണം തരുവുള്ളൂ എന്ന് പറയുന്നു. നീ വായടയ്ക്ക്, ശരിക്കും നീ ഹീറോയിനെ രക്ഷിക്കാൻ തന്നെയാണോ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് ഹീറോ എടുത്ത് ലിൻവി ചോദിക്കുന്നുണ്ട്. നീ ആദ്യം വായടയ്ക്ക്, അവൾ എന്റെ ഭാര്യയാണ്, അവളുടെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം, ഞങ്ങൾ ഇതുവരെ ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റിയിട്ടില്ല, അതുവരെ അവൾ എന്റെ ഭാര്യയാണെന്ന് തന്നെ അവനും പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും പറഞ്ഞു പറഞ്ഞ് അവസാനം തർക്കമാവുന്നുണ്ട്. അത് അടിയിലേക്കും കലാശിക്കുന്നു. ശരിക്കും ഇത് അവർ തമ്മിൽ പ്ലാൻ ചെയ്ത ഒരു നാടകം മാത്രമാണ്. ലിൻവി പണപ്പെട്ടി താഴേക്കിടുന്നത് കൊണ്ട് തന്നെ ഈ അവസരം മുതലെടുത്ത് ആ പണപ്പെട്ടി എടുക്കാനായി അസിസ്റ്റന്റ് ഹീറോയിനുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പണപ്പെട്ടി എടുത്തുകൊണ്ട് ഹീറോയിനെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാമെന്നാണ് അസിസ്റ്റന്റ് കരുതിയിരുന്നത്. എന്നാൽ ഹീറോ ആവട്ടെ അസിസ്റ്റന്റ് ആ പണപ്പെട്ടി എടുക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിരുന്നു. അവൻ ആ പണപ്പെട്ടിയുടെ അടുത്തെത്തിയപ്പോഴത്തേക്കും ഹീറോ ആവട്ടെ ഉടനടി അവനെ ചവിട്ടി വീഴ്ത്തുന്നുണ്ട്. ഹീറോയിന്റെ കെട്ടഴിക്കുന്നുണ്ട്. ലിൻവി അസിസ്റ്റന്റുമായി ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ലിൻവിയെ തള്ളിക്കളഞ്ഞതിന് ശേഷം അസിസ്റ്റന്റ് ആവട്ടെ ഹീറോയെ കുത്തുന്നുണ്ട്. ഹീറോ ആവട്ടെ വളരെയധികം വീക്കായി താഴേക്ക് വീഴാൻ പോകുന്നുണ്ട്. ഹീറോയിൻ അവനെ പതിയെ താങ്ങിപ്പിടിച്ച് താഴേക്ക് ഇരുത്തുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഹീറോയുടെ ഡിറ്റക്റ്റീവ് ഫ്രണ്ട് ബോഡി ഗാർഡ്സും അവിടെ എത്തി അസിസ്റ്റന്റിനെ പിടികൂടുന്നു. ജിങ്ഷൻ എന്നവൾ പരിഭ്രാന്തിയോടെ തന്നെ ഈ സമയത്ത് ഹീറോയെ വിളിക്കുന്നുണ്ടായിരുന്നു. കുറെ നാളുകൾക്ക് ശേഷമാണല്ലോ നിന്റെ വായിൽ നിന്ന് ഈ പേര് കേൾക്കുന്നതെന്ന് തന്നെ ആ വേദന മറച്ചുകൊണ്ട് ഒരു ചെറു പുഞ്ചിരിയോടെ ഹീറോ അവളെടുത്ത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ഹീറോയുടെ ബോധവും മറയുന്നു. ഹീറോയിനും മറ്റുള്ളവരും ചേർന്ന് അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവനെ ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്നത് നോക്കി നിൽക്കാനേ അവൾക്ക് സാധിച്ചുള്ളൂ. അകത്തേക്ക് അവർ കയറ്റിവിട്ടില്ല. ലിൻവി ആവട്ടെ അവനൊരു കുഴപ്പവും വരില്ല എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഹീറോയുടെ ഫ്രണ്ട് ആവട്ടെ അവൾക്ക് ഡിവോഴ്സ് പേപ്പേഴ്സ് കൈമാറിയതിനു ശേഷം ഹീറോ അകത്തേക്ക് പോകുന്നതിന് മുമ്പ് നൽകിയതാണെന്നും അതിൽ സൈൻ ചെയ്ത് ഏൽപ്പിക്കണമെന്നും പറയുന്നുണ്ട്. ഇതിൽ സൈൻ ചെയ്തതിനു ശേഷം നീ ഫ്രീ ആണെന്നും അയാൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ പറയുന്നുണ്ട്, അവൻ ഓപ്പറേഷൻ കഴിഞ്ഞ് ഓക്കെ ആയി വരട്ടെ, അതിനുശേഷമേ അതിൽ നിന്ന് സൈൻ ചെയ്യൂ എന്ന്. അതിന്റെ ഒന്നും ആവശ്യമില്ല, അത്ര വലിയ മുറിവൊന്നുമല്ല അവന് സംഭവിച്ചിരിക്കുന്നത്, അവന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല, സർജറിക്ക് ശേഷം നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടണ്ടല്ലോ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഈ പേപ്പേഴ്സ് അവൻ സൈൻ ചെയ്ത് ഏൽപ്പിച്ചതെന്ന് ഫ്രണ്ട് പറയുന്നുണ്ട്. ആ പേപ്പേഴ്സ് വായിച്ചു നോക്കിയപ്പോൾ തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മനസ്സില്ലാ മനസ്സോടെ തന്നെ അവൾ ആ പേപ്പേഴ്സിൽ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡിവോഴ്സ് പേപ്പർ വാങ്ങിയുടനെ തന്നെ അവന്റെ ഫ്രണ്ടും അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് ലിൻവി അവളോട് ചോദിക്കുന്നുണ്ട്, ഇനി അവളുടെ പ്ലാൻസ് എന്തൊക്കെയാണ്, തന്നോടൊപ്പം എബ്രോഡിലേക്ക് വന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കാമെന്ന് ലിൻവി സന്തോഷത്തോടെ തന്നെ പറയുന്നുണ്ട്. എന്തു തന്നെയായാലും നീ അവന്റെ കൺട്രോളിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് തന്നെ ലിൻവി സന്തോഷത്തോടെ ചോദിക്കുമ്പോൾ അങ്ങനെയാണോ, എന്നാൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു ലൈഫ് ടൈം അവനിൽ നിന്ന് എനിക്കൊരു മോചനമില്ലെന്നാണെന്ന് അവളും പറയുന്നുണ്ട്. അവൾക്ക് ഹീറോയോട് ഇതിനോടൊക്കെ തന്നെ ഒരു ബോണ്ടിങ് ഉണ്ടായി കഴിഞ്ഞിരുന്നു. സർജറി ഒക്കെ കഴിഞ്ഞ് ഹെൽത്ത് ഒക്കെ ഓക്കെ ആയ ഹീറോ ആവട്ടെ അവളുടെ ഫോട്ടോസ് ഒക്കെ നോക്കി വല്ലാതെ ഫീൽ ചെയ്തിരിപ്പുണ്ടായിരുന്നു. അവനിങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് ഹീറോയുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, നിനക്കിങ്ങനെ അവളെ പിരിയുന്നതിൽ തീരെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അവളെ പോയി കണ്ടെത്താമെന്ന്. എന്നാൽ ഹീറോ പറയുന്നുണ്ട്, അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ അവൾക്ക് വേദനകൾ മാത്രമേ നൽകത്തുള്ളൂ എന്ന്. പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഹീറോയിനെ കാണാനായിട്ട് ലിൻവി വന്നിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട്, നാൻസി നീ എന്താ ആലോചിക്കുന്നതെന്ന് അവൻ അവളടുത്ത് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, എന്നെ കാണാൻ വന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്, പിന്നെ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ ഓക്കെയാണ്, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ച് ഓർത്ത് താൻ വിഷമിച്ചൊന്നും ഇരിക്കില്ല എന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. അവളിപ്പോൾ ഓക്കെ ആണെന്ന് കേട്ടപ്പോൾ ലിൻവിക്കും സന്തോഷമാവുന്നുണ്ട്. ഒരുപാട് ലേറ്റായി, എനിക്ക് പോകാനുള്ള സമയമായി, നമുക്ക് രണ്ടുപേർക്കും പോയാലോ എന്ന് അവള് ലിൻവിയെടുത്ത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ അവിടെ നിന്ന് പോകാൻ എഴുന്നേൽക്കുമ്പോഴാവട്ടെ ഹീറോ അവളുടെ മുൻപിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന പോലെ അവൾക്ക് തോന്നുന്നുണ്ട്. ഹീറോ ആയിരിക്കുമോ എന്ന ഷോക്കിൽ തന്നെ അവൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ലിൻവി അവളടുത്ത് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന്, ആരെയാണ് നോക്കുന്നതെന്നും.
ഒന്നുമില്ല, നമുക്ക് പോയാലോ എന്ന് ഹീറോയിൻ ചോദിക്കുന്നിടത്ത് നമ്മുടെ ഈ ഡ്രാമ അവസാനിച്ചിരിക്കുകയാണ്. ഡ്രാമയിലെ 2-3 കൂട്ടുകാർ എന്നോട് പേര് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹായ് നിധി, സൽമ, ചിന്നു ആൻഡ് അനുശ്രീ. നിങ്ങൾക്കെല്ലാം സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡ്രാമ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ട. പുതിയൊരു ഡ്രാമയുമായി ഉടനടി തന്നെ കാണാം. വീണ്ടും കാണും വരെ ബൈ ബൈ.